നമസ്കാരം, ഫ്ലവേഴ്സ് ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വെൽക്കം ടു ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഉത്സവം തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കമ്മിറ്റിക്കാരെ വിളിക്കാം. ലെറ്റ്സ് വെൽക്കം നസീറിക്ക, ഷാജൻ ചേട്ടൻ ആൻഡ് ജാഫറിക്ക. ഉത്സവത്തിന്റെ 2ാം എപ്പിസോഡിലേക്ക് നമ്മൾ കാലെടുത്ത് വെച്ച് കഴിഞ്ഞു. അങ്ങനെ പറയരുത്. ഇല്ല, കഴിഞ്ഞ എപ്പിസോഡിനെ കഴിഞ്ഞ് ഗംഭീരമായിട്ടുള്ള വെടിക്കെട്ടുകളുമായിട്ട് വീണ്ടും തുടങ്ങട്ടെ. നമ്മൾ വീണ്ടും തുടങ്ങാൻ പോവാണ്. നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കാൻ അക്ഷയ കുടുംബശ്രീ താമരക്കുളം. ഓക്കെ, ഒരു റിക്വസ്റ്റ് ഉണ്ട്. പറഞ്ഞു. നമ്മുടെ ബാസ്റ്റേട്ടന്റെ ഉത്സവമൊക്കെ അല്ലേ, അപ്പൊ ഒരു സ്പെഷ്യൽ സാധനം അടിക്കണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടെന്ന്. എന്ത് ചെയ്യണം? നല്ലതാണെങ്കിൽ വന്ന് അടിക്കാൻ പറ. കൊടുക്കല്ലേ? ചോദിച്ച സ്ഥിതിക്ക് നമ്മളൊരു നല്ല കലാകാരനാണല്ലോ. കൊടുത്തു. ചോദിച്ചതിന്റെ പേരിൽ കമ്മിറ്റി സമ്മതിച്ചിട്ടുണ്ട്. ബാസ്റ്റേട്ടന്റെ ടീമിന്റെ വക ഒരു ഐറ്റം, ഒരു സ്പെഷ്യൽ ഐറ്റം. മലയാളത്തിലെ മികച്ച 2 കുറ്റാന്വേഷണ ചിത്രങ്ങളാണല്ലോ CBI-യും ദൃശ്യവും. ദൃശ്യത്തിലെ വരുണിന്റെ തിരോധാനം അന്വേഷിക്കുവാൻ സേതുരാമയ്യർ CBI എത്തിയാലോ? ഇതാ ഞങ്ങളുടെ ഭാവനയിൽ. എന്റെ പൊന്ന് സാറ്, എന്റെ പേര് ചാക്കോ എന്നല്ല സഹദേവൻ എന്നാണ്. ഞാൻ ചാക്കോ എന്ന് വിളിച്ച് ശീലിച്ച് ആ മീറ്ററിൽ കിടക്കുക. ഇനി പേര് മാറ്റി വിളിച്ചാൽ മീറ്റർ തെറ്റുവന്നു. അന്നത്തെ സാറിന്റെ കാര്യം ചെയ്തു, സഹദേവനെ പകുതിയാക്കിയിട്ട് എന്നെ സഹോന്ന് വിളിച്ചോ. അപ്പൊ സിനിമാമാര് പോകത്തില്ലേ? എങ്ങനെ CBI മാറിട്ട് കട്ടപ്പള്ളി ഋതിക് റോഷൻ ആയി പോകത്തില്ലേ? എടോ, ഞാൻ വിളിക്കുമ്പോ താൻ വിളി കേക്കണ്ട, ഒന്ന് മൂളാവോ? മൂളാ സാറേ. ചാക്കോ. അതെന്നാ മൂളിലടോ മൂളിയത്? അല്ല സാറേ, അത് ഞാൻ വേറെ ഉണ്ടാക്കണമെന്നല്ലേ എന്റെ മൂളിന്റെ അർത്ഥം. ഇല്ല സാറേ, അത് ഓഡിയോയുടെ പ്രശ്നമാണ്. എക്സ്പ്രഷൻ കറക്റ്റ് ആയിരുന്നു സാറേ. രണ്ടും കൂടെ കറക്റ്റ് ചെയ്ത് മൂളു. മൂളാ. ചാക്കോ, ഡമ്മി എടുക്കൂ. സാറേ, ഡെമ്മി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് സാറേ. ഡെമ്മി നാട്ടെ എന്ത് തോന്നിയാ സാർ? എന്നാ സാറേ? എടോ, മരിച്ചവരനാണല്ലേ? അതെ. പിന്നെ താനും പെണ്ണിന്റെ ഡമ്മി ആയിട്ട് വന്നേക്കുന്നു. സാറേ, പെണ്ണിന്റെ ഡെമ്മി ആകുമ്പോ പിടിച്ചോണ്ട് ഒരു സുഖം ഉണ്ടല്ലോ സാറേ, അതാണ്. തനിക്ക് സൂചിക്കാനാണോ CBI കേസ് എടുത്തില്ല? അല്ല സാറേ, മാറ്റി വെക്കാം സാറേ. ചാക്കോ, എടോ, വിളിക്കുമ്പോ മുക്കാനല്ല മൂളാനാണ് പറഞ്ഞത്. ഇതല്ല സാറേ, ഞാൻ ഈ ഡെമ്മി ഒന്ന് വെച്ചോട്ടെ സാറേ. ഇതുവരെ അതിൽ പിടിവിട്ടില്ലേ? പിടി വിട്ട് നിൽക്കുവാണ് സാർ. തന്റെ പിടിവിട്ട് നിൽക്കുവാന്ന് എനിക്ക് മനസ്സിലായി. ഇങ്ങനെ പോയാൽ താനും വഴി തെറ്റും, ഈ കേസും വഴി തെറ്റിക്കും, എന്നെ ഒരുപാട് തെറ്റിക്കും. ഇല്ല സാറേ, ഞാൻ വഴി തെറ്റിക്കില്ല സാറേ, തെറ്റിക്കില്ല. ചാക്കോ, ഇന്നലെ നാദാപുരത്ത് മഴ പെയ്തിരുന്നോ? സാറേ, നമ്മുടെ കേസ് നടക്കുന്ന തൊടുപുഴയാണ്, പിന്നെ എന്തിനാണ് നാദാപുരത്ത് മഴ പെയ്യോന്ന് ചോദിക്കുന്നത്? ആയിക്കോട്ടെ, എന്റെ പെണ്ണുമ്പുള്ള വീട് നാദാപുരത്ത്, അവിടെ മഴ പെയ്യോന്ന് അറിയാൻ വേണ്ടിട്ടാ വിളിച്ചു ചോദിച്ചിട്ട് കിട്ടുന്നില്ല. എന്നാ കേട്ടോ, നാദാപുരത്ത് ഇന്നലെ വെള്ളൊരു വെട്ടി മഴ പെയ്തു. ദൈവമേ, അമ്മായി അമ്മേനെ കാത്തോണ്ട് അവരുടെ പെൻഷന്റെ പുറത്താ മുന്നോട്ട് പോകുന്നു. സാറേ, ഇതാ സാർ. എന്താണോ ഇത്? തുമ്പിന്റെ കേസാണ് സാർ. തുമ്പിന്റെ കേസോ? അല്ലല്ല, കേസിന്റെ തുമ്പാണ് സാർ. ഇത് ഇങ്ങോട്ട് തീറ്റിപ്പിടിച്ചില്ല, എന്താണോ കാര്യം? സാറേ, ഈ FIR ഒന്ന് വായിക്കും സാർ. എന്റെ കൈ ഫ്രീ അല്ല, പുറകിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കണ്ടില്ലേ? സാറേ, ആ കൈയൊന്ന് അഴിച്ചിട്ട് ഇത് വായിക്കാൻ പാടില്ല സാർ. അഴിച്ചാ വട്ടം പൊളിയും. അതിനാ സാറേ? നേരെ ഈ കൈ വന്ന് തല ചൊറിയും. താൻ തന്റെ തലയിലേക്ക് ഒന്ന് നോക്കി. സാറേ, ഈ ഭാഗത്ത് മുടിയില്ലോ സാറേ. എങ്ങനെ ഉണ്ടാവൂടോ? അതിനാ 6 പാറ്റ് നിർത്താതെ ചൊറിഞ്ഞ് മുടി മുഴുവൻ പറഞ്ഞു. സാറേ, എന്തെങ്കിലും ചെയ്യ സാറേ. ഒരു പണി, നമ്മളിപ്പോ എവിടെ വന്ന് നിൽക്കുന്നത്? സാറേ, നമ്മൾ വന്നിരിക്കുന്നത് ജോർജ് കുട്ടിയുടെ വീടാണ് സാർ. കൊള്ളാം. എത്ര രൂപ കൊടുത്ത ഈ വീട് കിട്ടുള്ളൂ? സാറേ, നമ്മൾ വീട് മേടിക്കാൻ വേണ്ടി വന്നതല്ലല്ലോ സാറേ. അല്ലെന്ന് തനിക്ക് അറിയാലോ? അറിയാം. എന്നാ പിന്നെ ജോർജ് കുട്ടിയോട് ചോദിക്കൂ. സാർ, എടോ ജോർജ് കുട്ടി. ജോർജ് കുട്ടിയാണ് സാർ. പറിച്ചു വെച്ചേക്കുവാ കേട്ടോ ജോർജ് കുട്ടീനെ. ഇഞ്ചി പറിച്ചു വെച്ചേക്കുവാ. മനസ്സിലായില്ല? ഐ ആം സേതുരാമർ ഫ്രം SBI. SBI ലോൺ എടുത്തിട്ടില്ല. ലോൺ എടുക്കാൻ വന്നോളൂ സാറേ. SBI അല്ല സാറ്, CBI. ഓ, എനിക്ക് എസും സിയും തെങ്ങും അറിഞ്ഞു പോകും. അപ്പൊ ബീം അറിയത്തില്ലേ? ഈ സെന്ററിൽ കിടക്കല്ലേ, മറിയാനുള്ള സ്പേസ് ഇല്ല. സാറേ, CBI എന്ന് പറ സാറേ. ജോർജുട്ടി, ഇയാൾ ഇങ്ങനെ നിൽക്കണേ. ഇയാളെന്താണോ ഇങ്ങനെ നിൽക്കുന്നത്? ഞാൻ ക്യാരറ്റ് പിടിച്ചാണ് സാർ. കാറ്റ് പിടിച്ച് നിൽക്കാൻ താൻ മുയലാണോ? സാറേ, എന്താണ് സാറേ ഇത്തോടെ സ്റ്റാൻഡേർഡുള്ള കോമഡി പറ സാറേ. സാറൊന്നല്ലോ ഒരു CBI അല്ലേ? ആര് പറഞ്ഞു ഞാൻ CBI? ഞാൻ കേരള കോൺഗ്രസ് ക്യൂ ആണ്. കേരള കോൺഗ്രസ്. സാറേ, പൊളിറ്റിക്സ് അല്ല പറഞ്ഞ സാർ, ഒരു CBI അല്ലേ? കുറച്ചൊക്കെ സെറ്റപ്പ് സാർ. മിസ്റ്റർ ജോർജുട്ടി, വരണെന്ത് പറ്റി? എനിക്ക് വരണറിയാമോ? എനിക്ക് വരാനും അറിയാം, പോകാനും അറിയാം സാർ. ചമ്മിയല്ലോ രാവിലെ. സാറിന്റെ മുഖം ചമ്മിയ പോലെ ഇരിക്കണം, അതുകൊണ്ടാണ്. എല്ലാം ചമ്മിച്ചില്ല. ഇല്ലെന്ന് സാർ ചെല്ലു സാർ. മിസ്റ്റർ ജോർജുട്ടി, തനിക്ക് വരാനും പോകാനും അറിയാമെന്നല്ല ചോദിച്ചത്, പിന്നെ മരിച്ച വരനെ അറിയാമോന്ന്. സാറേ, ഫോൺ വന്നു സാറേ. ഓ, ഈ മരിച്ച വരന് 100 ആയുസ കേട്ടോ. അതിനാ സാറേ? അവന്റെ പേര് പറഞ്ഞപ്പോഴേ അവന്റെ അച്ഛൻ കളക്ടർ പ്രഭാകരൻ വിളിക്കുന്നു. എടുക്ക് സാർ, എടുക്ക്. ഹലോ, CBI സേതുരാമയ്യർ സ്പീക്കിംഗ്.
അമേരിക്കയിലുള്ള കസിന്റെ വീട്ടിലേക്ക് പോവാണ്. പോകുന്നതിന് മുൻപ് വരുണിന് എന്താണ് സംഭവിച്ചതെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ. ആയിക്കോട്ടെ. വീട്ടിൽ വരുന്ന ഓരോ ഫോൺ കോളും ഫോൺ കോളും എനിക്ക് മനസ്സിലായി. Calling- ഫോൺ കോളും കോളിംഗ് ബെല്ലും ശബ്ദവും. വരുന്നതായിട്ട് തോന്നുന്നു അല്ലേ? അതല്ലേ? അതെ. എന്റെ പൊന്നു പ്രഭാകർജി, ഞാൻ വന്നിട്ട് പണിക്കിറങ്ങിയേ ഉള്ളൂ സൈറ്റിൽ. എന്ത് തെളിവ് കിട്ടിയാലും ഞാൻ അങ്ങോട്ട് വിളിച്ചു പറയും. വെറുതെ ഇങ്ങോട്ട് വിളിച്ച് ശല്യം ചെയ്യല്ലേ. ക്ഷമിക്കണം കേട്ടോ. അയ്യോ, ക്ഷമിച്ചേക്കാം. കുഞ്ഞേ, ഈ കേസ് ഏറ്റെടുത്ത് അന്ന് തുടങ്ങി ഫോൺ ചെയ്യത്തുള്ളൂ. ശല്യം അറിയാവോ? ഇവന്റെ നമ്പർ നോക്കിയതൊക്കെ ഇവനെ അങ്ങോട്ട് വിളിക്കുന്ന എനിക്കൊന്നും അറിയണം. അതാണ് സാറേ നല്ലത്. ചോദിക്കൂ സാറേ, ചോദിക്കൂ സാർ. ജോർജുട്ടി, സാർ. എന്താണ് സംഭവിച്ചത് പറഞ്ഞു? സാർ, ഭാര്യയും 2 മക്കളുമുള്ള ഒരു കൊച്ചു വീടാണ് സാറിൻ്റെ. അതിലേക്ക് ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥി കടന്നു വന്നു. അതാ പെട്ടു. ക്ഷണിക്കപ്പെടാതെ അത് വീട്ടിലേക്ക് വന്ന് കയറിയാ പെട്ടുപോകും. രാത്രിയാണെ പ്രത്യേകിച്ചും വല്ലതും വെച്ചു കൊടുക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെ ഒറ്റ സൊല്യൂഷൻ ഉള്ളൂ, ഒരു കോഴിനെ പിടിച്ച് കറി വെക്കുക, കപ്പ കുറച്ച് മുഴുങ്ങുക, സെറ്റ് ചെയ്യുക. ചിക്കനും കപ്പ ഉണ്ടാക്കണ കാര്യം പറയും സാർ. എന്തോ ഈ പിന്നെ പറയുന്നത്? ഒരു അതിഥി വീട്ടിൽ വന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണ്ടോ? സാർ എന്നാ ഈ പറയുന്നത്? തന്നെ വീട്ടിൽ ആദ്യം വന്ന് താങ്ക് കോഴി വെച്ച് കൊടുക്കുകയുള്ളൂ. ഞാൻ പന്നി വളർത്തി കൊടുക്കും. അത് ശരി. അപ്പൊ താനിക്ക് പന്നി ഉണ്ടാക്കി കൊടുക്കാം. ആ പാവപ്പെട്ട കോഴി വെച്ച് കൊടുത്താണോ കഴിക്കാൻ വെള്ളോ? ഇവനെ ജോർജ് കുട്ടി, തനി കോഴിയോ ബീഫോ ചിക്കനോ മേടിച്ചു കൊടുക്കും, ഞാൻ പൈസ തരും. ഈ പന്നൻ പച്ചക്ക് കൊടുക്കത്തില്ല. ഞാൻ കഴിഞ്ഞ ദിവസം നിന്നപ്പോ ഇവൻ ചക്കപ്പുഴുക്കും മത്തിക്കറി കഴിച്ചിട്ട് എനിക്ക് തുള്ളി തന്നില്ല. സാറേ, എന്താണ് സാറേ പറയുന്നത്? സാറേ, നമ്മൾ കേസ് അന്വേഷിക്കാൻ വന്നതാണ്, ചിക്കൻ ഉണ്ടാക്കാൻ വന്നതല്ല. കേസിലേക്ക് വാ സാറേ. പ്രതീക്ഷിക്കാതെ അതിന് വന്നപ്പോ എന്റെ കയ്യിൽ നിന്ന് പോടും. സാറേ, എനിക്കൊരു അവസരം എന്താ സാറേ? ഈ പന്നിനെ കൊണ്ട് ഞാൻ പുല്ല് പോലെ ഈ സഹദേവം പറയിക്കാം. താൻ മാറിക്കും. എടോ, ദൃശ്യം മണ്ണിൽ തനിക്ക് സമയം തന്നാണോ? താൻ വല്ലതും ഉണ്ടാക്കിയോ? തന്റെ അടുത്തായിട്ട് ആ കേസ് കളിയാതെ പോയി. താൻ ഒറ്റ ദൃശ്യം 2 കണ്ടു വന്നത് എത്ര രൂപ ചെലവായെന്നറിയോ? സാറേ, ഒരു അവസരം എന്താ സാറേ? ഇവനെ തത്ത പറയിക്കണ പോലെ ഈ സഹദേവം പറയിക്കും. താൻ പറയിക്കും. പറയിക്കും. എന്നാ പണയ്ക്ക് കാണട്ടെ. ചാക്കോ, stop it. എന്നാ സാറേ? കൈ കെട്ടാനുള്ള പേറ്റന്റ് ഇരിക്കാം. പരാജയം സാറേ. എടാ ജോർജ് കുട്ടി, സാർ, ചോദിക്കണേന് സത്യസന്ധമായിട്ടുള്ള ഉത്തരം പറയണം. നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല. Yes. പറയടാ, മെയ് 2-ാം തീയതി എന്താണ് സംഭവിച്ചത്? മെയ് 2 അല്ല, സെപ്റ്റംബർ 2-ാം തീയതി എന്താണ്? സെപ്റ്റംബർ ഒക്ടോബറാണ് സാറേ. ഒക്ടോബർ ഗാന്ധി എന്തിയാണ്? കർക്കടകം ഇതിനാണോ സാറേ? എടാ കാല, നീ എന്നാലും ഓഗസ്റ്റ് 2 പറയല്ലോ. കിട്ടിപ്പോയി. സത്യം പറയണം. ഓഗസ്റ്റ് 2-ാം തീയതി എന്താണ് സംഭവിച്ചത്? എനിക്ക് ഓർമ്മയില്ല സാർ. ഓർമ്മശക്തിക്ക് വലിയ ചന്ദ്രനാദി ബെസ്റ്റാ. അപ്പൊ കപകെട്ടിനോ? മമ്മൂട്ടി ചമ്മില്ലേ? ചമ്മില്ലേ? ഇതാണ് പറഞ്ഞത്, തല ഇരിക്കുമ്പോ വാലാടണ്ട. വാല അനങ്ങിയാ കുഴപ്പമുണ്ടോ സാർ? വാലനങ്ങണ്ട, ചത്തതുപോലെ കിടന്നാ മതി. എങ്ങനെ ചോദിക്കണം, ഞാൻ കാണിച്ചു തരാം. ജോർജ് കുട്ടി, അന്നെന്താണ് സംഭവിച്ചത് ഓഗസ്റ്റ് 2-ന്? സാർ, പാറപ്പള്ളിയിലെ ധ്യാനം കഴിഞ്ഞിട്ട് ഞങ്ങൾ തൊടുപുഴയിലെ റാണി ഹോട്ടലിൽ പോയി ചിക്കൻ ബിരിയാണി കഴിച്ചു. ഉയ്യോ, സാറേ, റാണി ഹോട്ടലിലെ ചിക്കൻ ബിരിയാണി എന്നാ ടേസ്റ്റാന്നറിയോ? ആടോ, താൻ കഴിച്ചിട്ടില്ലേ? കറക്റ്റാ. ആ ബിരിയാണിക്കകത്തൊരു മുട്ട ഇരിക്കും, അതാണ് അതിന്റെ ഹൈലൈറ്റ്. സാറേ, എല്ലാ ബിരിയാണിക്കകത്തും മുട്ട ഇല്ല സാറേ. ആര് പറഞ്ഞു ബിരിയാണിക്കകത്ത് മുട്ട ഉണ്ട്? ഇത് ഞാൻ കഴിഞ്ഞ ആഴ്ച കഴിച്ചിട്ട് എനിക്ക് മുട്ട കിട്ടിയില്ല അവിടുന്ന്. ആ, തനിക്ക് കിട്ടത്തില്ല. ഹോട്ടലിൽ കയറുമ്പോ വെയിറ്റർ വന്ന് നമ്മുടെ അടുത്ത് നിൽക്കുമല്ലേ, അപ്പൊ അവന്റെ മുഖത്ത് ചോദിക്കണം മുട്ടയുണ്ടോ. അപ്പൊ അവൻ മുട്ടയുണ്ടെന്ന് പറഞ്ഞാല് ബിരിയാണി ഓർഡർ ചെയ്യാവുള്ളൂ. സാർ എന്താണ് സാറേ? മുട്ടയില്ലാത്ത ബിരിയാണി തന്നെ കേസ് മുഴുവൻ ചീറ്റി പോണത്. തനിക്ക് മുട്ട കിട്ടി? എനിക്ക് കിട്ടി. ആ, കിട്ടി. അവന് മുട്ട. അവന് മുട്ട. സാറ് CBI ആണ് സാറേ. നമ്മൾ കേസ് അന്വേഷിക്കാൻ വന്നാണ്. ബിരിയാണിയുടെ മുട്ട വീട് സാറ് ചെല്ലു സാറേ. മിസ്റ്റർ ജോർജ് കുട്ടി, സാർ, ബിരിയാണി കാണിച്ച് CBI വഴിതെറ്റിക്കാമെന്ന് കരുതണ്ട. പിന്നീട് എന്ത് സംഭവിച്ചു? സാർ, ഞാനും ഭാര്യയും മക്കളും കൂടി അവിടുത്തെ ലോഡ്ജിൽ ഒരു റൂം എടുത്തു. അടിപൊളി. ബിരിയാണി കഴിച്ചാൽ ചെറിയൊരു ക്ഷീണം വരും. ലോഡ്ജിൽ പോയി 2 റൂം എടുത്തു. പിള്ളേര് 2 വേറെ റൂമിൽ, ഇവർ 2 ഒരു റൂമിൽ. സാർ അങ്ങനെ വേറെ റൂമിൽ? പിള്ളേര് പ്രായമായി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ആടും. 2 റൂം എടുത്തിട്ട് പറയൂ. സാറേ, 2 റൂമല്ല, ഞാൻ ഒരു റൂമേ എടുത്തുള്ളൂ. ഒരു റൂം എടുത്തുള്ളൂ? എന്തിനാണോ ആ കാശ് ചുമ്മാ കളഞ്ഞ? ആ കാശ് കൊടുക്കൊരു ഓട്ടോ വിളിച്ച് വീട്ടിൽ പോയി 2 റൂമിൽ കിടന്നാൽ പോലെ. സോറി സാർ. സാറേ ഫോണിൽ മെസ്സേജ്. അയ്യോ, ഒരു പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് വാട്സപ്പിലേക്ക് വോയിസ് മെസ്സേജ്. വാട്സപ്പിൽ മെസ്സേജ് കണ്ടിരിക്കും. സാറിന്റെ വല്ല കേസ് കേട്ടായിരിക്കും. അല്ല കേസിന്റെ എന്തെങ്കിലും സംഭവമായിരിക്കും സാറേ. കേട്ട് നോക്കാം, കേട്ട് നോക്കൂ സാറേ. അമേരിക്കയിലുള്ള കസിന്റെ വീട്ടിലേക്ക് പോവാണ്. പോകുന്നതിന് മുൻപ് വരുണിന് എന്താ സംഭവിച്ചെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ. വീട്ടിൽ വരുന്ന ഫോൺ കോളും ബെല്ലിന്റെ ശബ്ദവും. സാറേ, കോളിംഗ് ബെല്ലിന്റെ കാര്യം പറയുന്നു. ഞങ്ങൾ അവന്റെ ബെല്ലി കെടുത്തണം. ആ വാട്സപ്പ് അന്വേഷണം ചെയ്തേ സാറേ. എത്രയും പെടുത്തുന്ന ഒരാളെ പറഞ്ഞു വിട്ട് അവന്റെ ലാൻഡ് ഫോണും കോളിംഗ് ബെല്ലും കട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. ജോർജ് കുട്ടി പറയൂ, എന്താണ് സംഭവിച്ചത്? സാർ, ഭാര്യയും 2 മക്കളും ഉള്ള ഒരു കൊച്ചു കുടുംബമാണ് സാർ. പിന്നെ ഞാൻ വീട്ടിൽ ഫാം നടത്തുമല്ലേ. എല്ലാവർക്കും ഒരുത്തനോട് ചോദിച്ച അമേരിക്ക, ഒരുത്തനോട് ചോദിച്ച അവന്റെ കൊച്ചു കുടുംബം. ഇതെന്നോട് കഷ്ടമാണ് ചക്കോ.
ഇങ്ങോട്ട് വരൂ. ഇവൻ നമ്മൾ ഉദ്ദേശിച്ച ഒരാളല്ല. സാറേ ഇവൻ ജോർജ് കുട്ടിയാണ്. എന്റെ ദൈവമേ, കേസ് ആണോ? പിന്നെ സാർ ഇവൻ നമ്മൾ ഉദ്ദേശിച്ച ടൈപ്പ് ഒരാളല്ല. അത് പറ. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ ഇവന്റെ പുറകെ അല്ല, ഇവൻ നമ്മളുടെ മുമ്പെയാണ്. അത് രണ്ടും ഒന്നല്ലേ സാറേ? ആയിക്കോട്ടെ. എടോ, എനിക്ക് ഡയലോഗ് ഇല്ലാതെ പുഴുക്കണ്ടെന്ന് കരുതി ഞാൻ കൈ നിട്ട് പറഞ്ഞു. അതിൽ പിടിച്ച ആടല്ലേ? ഇല്ല, പറഞ്ഞു സാറേ, പറഞ്ഞു. സിബിഐയുടെ ബുദ്ധി എന്താണെന്ന് ഞാൻ ഇവന് മനസ്സിലാക്കി കൊടുക്കാം. വേണം സാറേ, മനസ്സിലാക്കി കൊടുക്കാം. എന്തിനാണ് സാറേ ആ കപ്പ് പൊട്ടിച്ചളഞ്ഞത്? എടോ, അവന് ചെവി കേൾക്കാമെന്ന് അറിയാൻ വേണ്ടി ടെസ്റ്റ് ചെയ്താ. ഇത്ര നേരം അവൻ നമ്മോട് സംസാരിച്ചോണ്ടിരുന്നല്ലേ? അത് അവന്റെ അഭിനയമാണെങ്കിലും. കപ്പ് പൊട്ടിച്ചു. ചാക്കോയെ പൊട്ടിച്ചു. ഞാനല്ല, സാറാണ് പൊട്ടിച്ചത്. സാറാണ് പൊട്ടിച്ചത്. താൻ എന്ത് വെളിവോട്ടവനാണോ? ഒരു വീട്ടിൽ കയറി വന്നിട്ട് അവിടെ ഇരിക്കുന്ന കപ്പ് പൊട്ടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാതെ പറ്റിയത് തന്നെയൊക്കെ ആരാണോ സിബിയിൽ എടുത്തത്? എന്നെ ആരോടോ സിബിയിൽ എനിക്കറിയാമല്ല. ഡൽഹി വിളിച്ച് ചോദിച്ചിട്ട് പറഞ്ഞു തന്നാ മതിയോ? എന്തോരം വില ഉണ്ടായിരുന്നോ? എന്റെ കൂട്ടുകാർ ദുബായിൽ കൊണ്ടുവന്ന കപ്പാ ഇത്. ദുബായിന്ന് വന്നിട്ട് കപ്പാണോ കൊണ്ടുവന്നത്? പിന്നെ കുപ്പിയൊന്നും കൊണ്ടുവന്നില്ല. കൊണ്ടുവന്നായിരുന്നു എന്ന് അതേട് നമുക്ക് ഓരോന്ന് അടിച്ചിട്ട് അതിന്റെ പിന്നെ സാറ് നേരത്തെ പറയണ്ട. സാറിന് അവന്റെ കൊടുത്ത് വെള്ളം അടിക്കാൻ പോകണോ? സാറേ അവൻ പ്രതിയാണ്. ജോർജ് കുട്ടി, ഓ, come here. സാറേ ഇപ്പൊ ഞാൻ കയറി ഒന്നങ്ങ് അടിച്ചാലോ? പറ്റത്തില്ല. ഞാൻ അടിക്കാറിക്കുമ്പോ താൻ സമ്മതിച്ചല്ലോ. ഞാൻ പറ്റില്ല. ഞാൻ സമ്മതിക്കില്ല. ഇണങ്ങി നിക്കണം. പിന്നല്ലാതെ. സാറേ വെള്ളം അടിക്കുന്ന കാര്യമല്ലേ ചോദിച്ചാൽ ഞാൻ ഒറ്റ അടി കൊടുത്ത് അവനെ കൊണ്ട് സത്യം പറയിച്ചാലോ? നോ താക്കോ. സിബിഐ കേസ് കളിക്കുന്നത് ശാരീരിക ഉപദ്രവം ഏൽപ്പിച്ചിട്ടല്ല, ബുദ്ധി ഉപയോഗിച്ചാണ്. അതാ കപ്പ് പൊട്ടിച്ചപ്പോ എനിക്ക് മനസ്സിലായി. ഇവനെ മാനസികമായി ഞാൻ തകർക്കും. അവന്റെ പാത്രം മുഴുവൻ തകർക്കൂല്ലേ സാറ്? താൻ എന്നെ തകർക്കാൻ കൂടെ നടക്കും. ഇല്ല സാറേ, ഞാൻ തകർക്കില്ല. സാറ് തകർത്തു. ചെല്ലു സാറേ. മിസ്റ്റർ ജോർജ് കുട്ടി, നിങ്ങൾക്കിനി രക്ഷയില്ല. സിബിഐയുടെ വല നിങ്ങളിൽ മുറുകിക്കഴിഞ്ഞു. വരുണിനെ കൊന്നതും പോലീസ് സ്റ്റേഷനിൽ കുഴിച്ചിട്ടതും അതിന്ന് മാന്തിയെടുത്ത് അസ്ഥികുടം മെഡിക്കൽ കോളേജിൽ കൊണ്ട് കൊടുത്തതും താനാണ് തെളിഞ്ഞു കഴിഞ്ഞു. സിബിഐക്ക് വ്യക്തമായ തെളിവ് കിട്ടിക്കഴിഞ്ഞു. സാറേ നമ്മുടെ കയ്യിൽ ഒരു തെളിവും കിട്ടിയിട്ടില്ല സാറേ. ഇല്ലെന്ന് നമ്മുടെ ആപ്പാട് 3 പേപ്പർ മാത്രമേ ഉള്ളൂ. പിന്നെ തെളിവുണ്ടാ കിട്ടി. അപ്പൊ താൻ ദൃശ്യം 1 ഉം 2 ഉം കണ്ടില്ലേ? അത് കൃത്യമായിട്ട് പറയുന്നു ഇവനെ കൊന്നെന്ന്. വീഡിയോ വിത്ത് മ്യൂസിക്. ഇത് വെച്ചിട്ടാണോ പിടിക്കാൻ പോണത്? ഫോൺ അടിക്കുന്നു. ഇവിടെ തന്നോട് പറഞ്ഞിട്ട് ഡ്യൂട്ടി സമയത്ത് ഫോൺ ഉപയോഗിക്കരുത്. ഇല്ല സാറേ, ക്ഷമിക്കണം. വീട്ടിൽ നിന്ന് ഭാര്യ വല്ലതും വിളിച്ചായിരിക്കും സാറേ, ക്ഷമിക്കണം. ഹലോ ഹലോ, സേതുരാമയ്യർ സാർ ഉണ്ടോ? സാറേ എന്റെ ഭാര്യയല്ല, സാറിനെ ഏതോ സെറ്റപ്പ് വിളിക്കണം. അല്ല, കേസിന്റെ കാര്യത്തിന് ആരോ വിളിക്കണം. ഒരു പെണ്ണാണ്. പെണ്ണോ? ഹലോ സേതുരാമയ്യർ, സിബിഐ. അമേരിക്കയിലുള്ള കസിന്റെ വീട്ടിലേക്ക് പോവാണ്. വരണിന് എന്താണ് സംഭവിച്ചതെന്നറിയാൻ. എടാ പട്ടി വരണം എന്താ സംഭവിച്ചത് ഞാൻ അങ്ങോട്ട് പറഞ്ഞാലേ. ഇപ്പോഴാ പിടികിട്ടിയത്. എടാ, ആ പാവത്തിന് ആരും കൊന്നതല്ല, നിന്റെ ശല്യം കാരണം അത് തന്നെ കുത്തി ചത്തതായിരിക്കും. ഒരു പരിചയമില്ലാത്ത എന്നോട് ഈ ദ്രോഹം ചെയ്യുമ്പോ ആ സ്വന്തം വീട്ടിൽ താമസിച്ച ആ പയ്യനോട് ഇവൻ എന്തുമാത്രം ദ്രോഹം ചെയ്തു കാണും. പറയൂ സാർ. ഭാര്യയും മക്കളും ഇറങ്ങുന്ന ഒരു കൊച്ചു കുടുംബമാണ്. നിന്റെ കൊച്ചു കുടുംബമായി പോയത് നിന്റെ കഴിവ് കേട്. അതിന് സിബിഐ എന്നാ പഠിച്ചടാ സാറേ. അപ്പൊ ജോർജ് കുട്ടി എന്നാ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പോകും. അത് എന്നോടാണോ ചോദിക്കുന്നത്? ആരോട് ചോദിക്കും? ദൃശ്യം 3 ഇറങ്ങുമ്പോൾ ജിത്തു ജോസഫ് പറഞ്ഞു തരും. ഈ കൈയടി പോരാതെ വരും. നല്ല കൈയടി കൊടുക്കാം കേട്ടോ. കരഞ്ഞിരിക്കുന്ന ജാഫ്രിക്കയും തുടങ്ങാം. എനിക്ക് ആവുന്നില്ല പറയാനായിട്ട്. എന്നതാ ബാസി അജീഷൊക്കെ കാണിച്ചു കൂട്ടി. പക്ഷെ എൻ്റെ തമ്പുരാന് എവിടെയെങ്കിലും ഒരു തെറ്റ് കണ്ടുപിടിക്കാനായിട്ടൊക്കെ നോക്കി. തമാശല്ല, എവിടെയെങ്കിലും ഒക്കെ വല്ല തെറ്റുന്നുണ്ടോ നോക്കണ്ടേ? ഞങ്ങൾ പറയണ്ടേ? ഞാൻ ഇനി ഒന്നും പറയുന്നില്ല. ഞാൻ മാർക്ക് തരുന്നുള്ളൂ. ഗംഭീരത്തിന്റെ ഗംഭീരം. താങ്ക് യു ജാഫർക്ക. ചേട്ടാ പിണങ്ങി പോവാൻ തോന്നുന്നു. അല്ല ഗംഭീരം എന്ന് പറഞ്ഞാൽ അതിഗംഭീരം എന്ന് പറഞ്ഞാൽ ഈ ഒരു വേദിയിൽ ഇത്ര അടുത്തിരുന്ന ഒരു സ്കിറ്റ് കാണാൻ പറ്റിയതിന് ഞാൻ ദൈവത്തിനോടൊരു 1000 നന്ദി പറയാം. അത്രയധികം ഗംഭീര പെർഫോമൻസ് ആയിരുന്നു ഇത്. സ്ക്രിപ്റ്റ് വൈസ് അതിഗംഭീരം, അതിലെ നിങ്ങളുടെ പെർഫോമൻസ് അതിലപ്പുറം ഗംഭീരം. നമ്മളിവിടെ ചിലർ വരുമ്പോൾ നമ്മൾ പറയും സ്ക്രിപ്റ്റ് നന്നായിരുന്നു, പക്ഷെ നിങ്ങളുടെ പെർഫോമൻസ് കുറച്ചുകൂടെ നന്നാക്കണം എന്ന് പറയാറുണ്ട്. പക്ഷെ ഇതല്ല, സ്ക്രിപ്റ്റ് അതിഗംഭീരമാണ്. നിങ്ങളത് പെർഫോം ചെയ്ത് അതിൻ്റെ മേളിൽ കൊണ്ട് നിങ്ങൾ വെച്ചു. പാസി, ഞാൻ നിന്നെ കടിച്ചു തിന്നും കേട്ടോ. ഒരു നിവൃത്തി അല്ല, അവരെ ഞാൻ പകുതി തിന്ന് തീർത്ത് വെച്ചേക്കുവാ. കംപ്ലീറ്റ് നിങ്ങൾ
ഒന്നും പറയണ്ട, അടിപൊളിയായിരുന്നു. ഇതിൽ ഒരിക്കലും നിങ്ങൾ താഴോട്ട് പോകരുത്. ഇതിൽ ഗംഭീര സ്കിറ്റുകൾ ഇനിയും ഇതിലും നിങ്ങൾ ഗംഭീരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് ഓരോ സ്കിറ്റുകളുമായിട്ട് വരണം. നിങ്ങൾക്ക് കണ്ണ് കിട്ടാതിരിക്കട്ടെ, തീർച്ചയായിട്ടും നന്നായിരിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. 3 പേരും അനുഗ്രഹീത കലാകാരന്മാരാണ്. ജാഫർക്ക് എന്നോട് ഇവിടെ ഇരുന്ന് പറയായിരുന്നു, ആ പോലീസ് പക്ഷെ ഇട്ടവൻ എന്നാടാ, അവൻ ഗംഭീരമാണല്ലോ. ഞാൻ പറഞ്ഞു, ഇക്ക പോൾസൺ അവൻ ഉഗ്രനല്ല സ്ക്രിപ്റ്റിലും കാര്യങ്ങളൊക്കെ. പിന്നെ അജീഷ് മോനെ നീ തകർത്ത് ചക്കരെ, നിന്നെ കൊണ്ട് ഉഗ്രനായിരുന്നു. കാര്യം അജീഷിനെ മലയാളികൾക്ക് അറിയാവുന്നത് കള്ളുകുടിയനായിട്ടാണ്. അജീഷിനെ എവിടെ കണ്ടാലും നമ്മൾ ആദ്യം കള്ളുകുടിയൻ, മറ്റേ അജീഷ് കോട്ടയം. പക്ഷെ നീ ഇപ്പൊ ഇവിടെ വന്നിട്ട് ഓരോ ക്യാരക്ടർ എടുത്ത് ചെയ്യുമ്പം അസലായിട്ട് നീ ചെയ്യുന്നു. 3 പേർക്കും കെട്ടിപ്പിടിച്ചോട്ടോ. നമ്മുടെ പ്രേക്ഷകരുടെ അറിവിലേക്കായിട്ട് പറയാണ്, കഴിഞ്ഞ വർഷത്തെ സ്റ്റേറ്റ് അവാർഡ് വിന്നറോടാണ് ബാസ്റ്റിയൻ. മികച്ച ഹാസ്യ നടനുള്ള സ്റ്റേറ്റ് അവാർഡ് വിന്നറോടാണ്. അതെ. അപ്പൊ നമുക്ക് ഒത്തിരി സന്തോഷം. ഞാൻ ആരെടുത്ത് ഇതിന്റെ അകത്ത് ഇതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ആ ഫോൺ കോളാണ്. അമേരിക്കൻ അച്ഛൻ അത് ഫോൺ ചെയ്ത് നമ്മുടെ രാജേഷ് അല്ലേ? രാജേഷേ, നീ കലക്കി കേട്ടോ. നീ ആ ഫോൺ കോൾ ഒരു രക്ഷയില്ല. പിന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലാണ് ഇത് കൗണ്ടർ എല്ലാം കിടക്കുന്നത്. അല്ല, ആ അമേരിക്കൻ അച്ഛൻ വേറൊരു പെണ്ണിനെ കൊണ്ട് വിളിപ്പിച്ചല്ല, സൗണ്ട് മാറി അവര് അയാൾ തന്നെ. എന്നിട്ടാണ് സിദ്ദിഖ തന്നെയാണ്, പ്രഭാകർജി തന്നെയാണ്. ആ പ്രഭാകർജി ഉണ്ടല്ലോ ഇപ്പൊ ഇവിടെ സ്റ്റേജ് ഉണ്ടായിരുന്നത്. രാജവൻ പറഞ്ഞ പോലെ ആ കടിച്ചു തിന്നുമല്ല, കടിച്ചു കൊണ്ട. അതേപോലെ ഇതെന്തായാലും ജിത്തുബായോടും സിദ്ദിഖയോടും തീർച്ചയായിട്ടും ലാലേട്ടനോടും തീർച്ചയായിട്ടും സ്കിറ്റ് കാണണമെന്ന് പറയും കേട്ടോ. ഇതെന്തായാലും ഇത് തീർച്ചയായിട്ടും അവരെല്ലാവരും ഈ സ്കിറ്റ് കാണിച്ചിരിക്കും, ഉറപ്പാണ്. അടിപൊളി. അതേപോലെ ഇതിൻ്റെ അകത്ത് ഫോൺ എടുക്കാതെ വന്നപ്പോൾ മെസ്സേജ് അയച്ചത്, പിന്നെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിലാണ് ഇവര് ഈ പുള്ളി റൈസ് ആകുന്നത്. അത് CBI ആവശ്യമില്ലാത്ത കോഴിയുടെ കാര്യമേ, ബിരിയാണിക്കകത്ത് മുട്ടയില്ലാത്ത കാര്യമേ, ഇവന് ചെറിയ കുടുംബമായിപ്പോയതിന്റെ പരിഭവേ, അങ്ങനെയുള്ള പ്രശ്നം. ചെറിയ കുടുംബമായിപ്പോയത് നിന്റെ കുഴപ്പമില്ല, അപ്പൊ അങ്ങനെയുള്ള അതൊന്നും സിനിമയായിട്ട് യാതൊരു ബന്ധമുള്ളതല്ല. പക്ഷെ അതിലാണ് ഏറ്റവും കൂടുതൽ കോമഡികൾ കിടക്കുന്നത്. എന്തായാലും 3 പേരും കേട്ടോ, നിങ്ങൾ തന്നെ എഴുതിയതല്ലേ ഇത്? ഗ്രൂമേഴ്സിന്റെ ഹെൽപ്പ് ഉണ്ടായിരുന്നോ? അപ്പൊ നമ്മുടെ ഗ്രൂമേഴ്സ് ടീമിന് നല്ലൊരു കൈഡി. തീർച്ചയായിട്ടും അടിപൊളി 3 പേർക്ക് കേട്ടോ. എന്തായാലും നമ്മുടെ ഗ്രൂമേഴ്സും നമ്മുടെ ആർട്ടിസ്റ്റും എല്ലാവരും ഈ വേദിയിൽ ഗംഭീരമായി വരികയാണ്. തീർച്ചയായിട്ടും. അതേപോലെ നമ്മുടെ ഷോയും ഗംഭീരമായി വരികയാണ്. അതിന്റെയൊക്കെ ഗുണങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്, കേട്ടോണ്ടിരിക്കുന്നതൊക്കെ. ഈ നിങ്ങളുടെ 3 പേരുടെ ഈ ഐറ്റം ഗംഭീരമായിരുന്നു. ഇത് ഐറ്റം വേറെ തന്നെയായിരുന്നു. അടിപൊളി. താങ്ക് യു നസീർക്ക. അപ്പൊ നമുക്ക് ആ മാർക്കും പൈസയൊക്കെ ഇങ്ങോട്ട് വാങ്ങിക്കാം. ഓക്കെ ജാഫർക്ക, 12,000 രൂപ. ഷാജി ചേട്ടാ, ഞാന് ഒരു 10,000 രൂപ ഞാനും കൊടുക്കും. 22,000 രൂപ രണ്ടുപേരോട് ചേർന്നിട്ടുണ്ട്. നസീർക്ക, ഞാൻ ഒരുപാട് ചിരിച്ചു കേട്ടോ. ഞാൻ സാധാരണ ചിരിക്കുന്നില്ല എന്നാണ് പരാതി. ഞാൻ ഇന്ന് ഒരുപാട് ചിരിച്ച്. ലാസ്റ്റ് ഇവൻ എണീറ്റത് കൊണ്ടാണ് ഞാൻ എണീക്കാന്നല്ല, ഞാനും എണീറ്റെന്ന് ചിരിച്ചേനെ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതിനനുസരിച്ചുള്ള തുക ഞാനങ്ങ് തരിക. താണ്ട കിടക്കുന്നു ടോട്ടൽ 1,10,000 രൂപ. ഇത് ഐറ്റം വേറെ ചരിത്രം രണ്ടാമത്തെ ഗോൾഡൻ അതും 1 lakhിലും കൂടുതലാണ്. ഇതുവരെ നമ്മുടെ ഷോ തുടങ്ങിയിട്ട് ഇത്രയും കാലമായിട്ട് കിട്ടിയ ഏറ്റവും കൂടുതൽ എമൗണ്ട് ഇനി ഇവർക്ക് സ്വന്തം. അത് പൊളിച്ചു. അപ്പൊ വാസേട്ടാ, അടുത്ത വാസേട്ടോ ഉഷാറാക്കി വാ. ഓക്കെ. നമ്മുടെ ഉത്സവം കൊളവാന്ന ലക്ഷണമുണ്ട് കേട്ടോ. നീ ഇതെന്താ ഉദ്ദേശിച്ചത്? എന്താ സംഭവം എന്താന്ന് പറഞ്ഞു? അല്ല, ഞാൻ വെറുതെ ഉത്സവം ആയതുകൊണ്ട് വഴിയിൽ നിന്ന് കിട്ടിയ കണ്ണാടി വാങ്ങിച്ചു വെച്ചു, അത്രേ ഉള്ളൂ. അല്ല, ഇങ്ങനെ ചെരിഞ്ഞു വരാൻ കാര്യം എന്താണ്? എപ്പോഴും നേരെയല്ല വരുന്നത്, അതുകൊണ്ട് ചെരിഞ്ഞു വന്നു. നമ്മുടെ ഉത്സവം കുളവായി കേട്ടോ. എന്താണ്? നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ നേതൃത്വത്തിൽ ഒരു ഉത്സവം നടത്തിയത് കുളവാകുന്ന ലക്ഷണമുണ്ട് കണ്ടത്. അതിന്റെ കാരണം എന്താന്ന് പറഞ്ഞേ? എല്ലാ ഉത്സവ പറമ്പിൽ എന്ത് നല്ല പരിപാടി ഉണ്ടെങ്കിലും നശിപ്പിക്കുന്ന ഒരു ടീംസ് പുറത്തേപ്പുണ്ട്. ആരാണ്? അപ്പനും മോനും തന്നെ. ആടുതോമയും പിന്നെ മറ്റേ ചാക്കോ മാഷും പുറത്തേക്കുണ്ട്. ഇനി എന്ത് രണ്ടുപേരും ഉണ്ട്. പോലീസിനെ വിളിക്കും. പ്രശ്നമുണ്ടാവും. പോലീസിനെ വിളിക്കേണ്ട ആടുതോമ ഉണ്ടോ? പോലീസിനെ അടിച്ച് പൊട്ടക്കണ്ടി ഇടും. ഞാൻ ഇടയ്ക്ക് പോകത്തില്ല, എനിക്ക് വയ്യ പൊട്ടക്കണ്ടി എഴുന്നേറ്റ് വരാൻ. ഒരു കാര്യം ചെയ്യ്, നീ നൈസായിട്ട് ഇങ്ങോട്ട് പോരും. അവര് വന്ന് എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. ഇത് നമ്മുടെ ഉത്സവം കുളവാക്കും. നമ്മളെ കണ്ടില്ല കേട്ടില്ല എന്നടിക്കുക, അത്രേ ഉള്ളൂ.
നമ്മൾ അറിയുന്നില്ല. അവർ വരിക ചെയ്യുക പോവുക. കണ്ടില്ല കേട്ടില്ല എന്ന് ഞങ്ങൾ നടിക്കുന്നു. പ്രസാദും ദീപും കുമ്പാരിയും എന്താ പൊന്നമ്മേ? പിള്ളേരുടെ അച്ഛൻ ഇത് എവിടാ? ഞാൻ ഇവിടെ DNA ടെസ്റ്റ് എടുക്കാൻ ഹോസ്പിറ്റൽ നിൽക്കുക. DNA ടെസ്റ്റോ? എന്തിന്? എന്റെ മോനല്ലേ ആടുതോമ, ആ പണ്ടാ ബാലുവിന്റെ കയ്യിൽ കോമ്പസിന് കുത്തിയിട്ട് എന്താ പറഞ്ഞത്? ചാക്കോ മാഷ് എന്റെ അപ്പനല്ല നിന്റെ അപ്പനാണെന്ന്. അയ്യോ, അത് അവൻ കുഞ്ഞിലെ അവന്റെ അറിവില്ലാത്ത പ്രായത്തിൽ പറഞ്ഞില്ലേ. നിങ്ങൾ ഇതിനിപ്പം നിൽക്കുന്നത്? അവൻ അറിവില്ലാത്ത കാലത്ത് പറഞ്ഞതായിരിക്കാം. പക്ഷെ ഇപ്പോഴും ആ ബാലു എന്റെ പുറകെ അപ്പ അപ്പ എന്ന് കിടന്ന് ഓടുക. അതുകൊണ്ട് അവന്റെ അപ്പൻ ഞാനെല്ലാം തെളിയിച്ചിട്ട് ജംഗ്ഷനിൽ ഒരു ഫ്ലക്സും വെച്ചിട്ട് ഞാൻ വീട്ടിലോട്ട് വരും. പൊന്നമ്മ, ഓ നീ ആ ഫോൺ ആ കുരുവിയുടെ ചെവിട്ടിലോട്ടൊന്ന് വെച്ചാണ്. വെച്ചു. എടാ മൈനെ, കടുവ ഞാനല്ല നിന്റെ തന്ത. പൊന്നമ്മോ, ഓ നീ ഇപ്പൊ എന്ത് ജോലിയാ? നിങ്ങളുടെ കൈയില്ലാത്ത ഷർട്ട് കഴുകുക. ഈ സമയത്ത് പറയാൻ പാടുണ്ടോ എന്ന് ഞാൻ ചോദിക്കുക. എന്തുവാ? നീ വേറെ ആരോടും പറയല്ലേ. നിങ്ങൾ ടെൻഷൻ ആക്കാത്ത കാര്യം പറ. പൊന്നമ്മ, ഓ വിമാന സമവാക്യത്തിന്റെ സാമാന്യ രൂപം എന്താ? ഞാനിവിടെ ജോലി ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് നിങ്ങളുടെ വിമാന സമവാക്യം വെച്ചിട്ട് പോവാൻ മനുഷ്യ. പൊന്നമ്മ, ബബ്ബബ്ബ, ഇതൊക്കെ ഞാൻ ആരോട് പറയാൻ? കുട്ടനാടിന്റെ ചങ്കിലെ ചോര, അതാണ് എന്റെ ജീവൻ ടോൺ. ചോര കുടിക്കാൻ ഞാൻ ഡ്രാക്കുളയോ? പപ്പ, അപ്പ എന്നെ അനുഗ്രഹിക്കണം. എന്തിന്? മുണ്ട് പഠിച്ചിറക്കി എനിക്ക് 1 സമ്മാനം കിട്ടി. 250 രൂപയും പ്രശസ്തി പത്രവും. എന്നിട്ടാ 250 രൂപ എവിടെ? 250 രൂപയ്ക്ക് കുറഞ്ഞൊരു കോട്ടർ വാങ്ങിച്ചടിച്ചു. പ്രശസ്തി പത്രം ഒരു മാമന് വായിക്കാൻ കൊടുത്തു. അങ്ങനെ ഇനി വലിച്ചു കീറിയാന്നറിയില്ല. അപ്പനെന്തിനാ ഈ DNA നടക്കുന്ന സ്ഥലത്ത് നിൽക്കുന്നത്? നമുക്ക് വീട്ടിലേക്ക് പോവാം. കൈവിട്. നീ എന്താടാ ബാലുവിനോട് പറഞ്ഞത് പണ്ട്? ചാക്കോ മാഷ് എന്റെ അപ്പനല്ല നിന്റെ അപ്പനെന്നല്ലേ? ചുമ്മാ പറഞ്ഞതോ? അതിനുശേഷം ബാലു എന്റെ പുറകെ അപ്പ അപ്പ എന്ന് വിളിച്ച് നടക്കും, അറിയാവോ? അത് ചുമ്മാ പറഞ്ഞത്. അപ്പോഴത്തെ ദേവസ്വം എടുത്ത് പറഞ്ഞില്ലേ അത്? ഇട നീ ദേഷ്യത്തിനടുത്ത് പറഞ്ഞു എനിക്ക് 10 പേരുടെ മുഖത്ത് നോക്കാൻ വയ്യ. ഒരു പിള്ളേർ ട്യൂഷൻ വരുന്നില്ല, അറിയാവോ? ഒരു കോമ്പോസ് കിട്ടി. അപ്പൊ അവനെ കുത്താൻ വേണ്ടി ഒരു 5 ഡയലോഗ് പറയണ്ടേ? അതുകൊണ്ട് ഞാൻ പറയണം, അപ്പം കളഞ്ഞിട്ട് വന്നാ വീട്ടിലോട്ട് പോവാൻ. ചെങ്കളം മാധവ, ഹോസ്പിറ്റലാ, നിന്റെ റൗഡിസം കൂടെ പാടില്ല. പന്തളം ബാല. അന്തരം പാലന അല്ല, ചെങ്കളം മാധവ. എടാ, 4 ആള് കൂടെ എനിക്ക് നിന്നെ ജംഗ്ഷനിൽ കിട്ടണം. 10 പേരെ തികച്ച് ഞാൻ നിർത്തും. നീ അങ്ങ് വന്നേക്കണം. ചെങ്കളം മാധവ, നീ 10 ആളെ കൂട്ട്. ഞാൻ അവിടെ എത്തിയിരിക്കും. വരാന്ന് പറഞ്ഞാ വന്നിരിക്കണം. വന്നില്ലെങ്കിൽ നിന്റെ മൂക്കാമണ്ട ഞാൻ ഇടിച്ചു പൊളിക്കും. വന്നിരിക്കൂടാ ചെങ്കളം മാധവ. ഫോണിൽ ചെങ്കളം മാധവൻ. അതാരാ? ഇതിനകത്ത് ഇല്ലാത്ത ഇടിച്ചു കയറ്റിയതാ. വീണ്ടും മംഗളം ചേകവൻ വിളിക്കുന്നു. മംഗളം അല്ല, ചെങ്കളം. ചെങ്കളം മാധവ. അതെ, 10 പേരെ കൂട്ടണമെന്ന് പറഞ്ഞില്ലായിരുന്നോ? അതെ, 8 പേരെ കിട്ടിയുള്ളൂ കേട്ടോ. ഞാൻ പറഞ്ഞല്ലേ 8 പേര്, 10 പറഞ്ഞായിരുന്നു. ഈ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആൾക്കാരൊന്നും വെളിയിൽ അങ്ങനെ പറയല്ലേ. നിങ്ങൾ 5 എന്ന് പറഞ്ഞാൽ നിങ്ങൾ 5 സെറ്റ് ചെയ്യും. ഞാൻ പറയട്ടെ, ഈ മഴയത്ത് ഇറങ്ങി ഞാനിപ്പോ 8 പേരെ കണ്ടുപിടിച്ചില്ല. 2 പേരെ നിങ്ങൾ കണ്ടുപിടിക്കുന്നു. നിങ്ങളെ കയ്യിൽ നിന്ന് പോയതാണത്. നിങ്ങളെ നേരത്തെ പറഞ്ഞെങ്കിൽ 8 പേര്. ഞാൻ ഇപ്പൊ എവിടെ എന്തോ ഒരു കഷ്ടമെന്ന് പറ. ഞാനിവിടെ ഇടികൊള്ളാൻ തയ്യാറായിട്ട് നിൽക്കുവാണ്. ഞാൻ നിൽക്കാം. ഞാൻ 1, 2 സംഘടിപ്പിക്കാം. വേറെ ആരെങ്കിലും 2 പേരുണ്ടോ നോക്ക്. പപ്പ ഫ്രീ ആണ്. ഫ്രീ ആണെങ്കിൽ നമുക്കൊന്ന് പോകണം. കാര്യം പറ. അവിടെ ചെങ്കളം മാധവൻ ചെറിയ വിഷയം. 8 പേരെ 2 കൂടെ ചെന്നാൽ 10 സെറ്റപ്പ് ആവും. ഇത് കണ്ട റൗഡിയുടെ തല്ലൂടെ ഞാൻ കൊള്ളണം, അല്ലടാ? പപ്പ വരില്ല കേട്ടോ. ഞാൻ പറയട്ടെ, ഇതിപ്പോ ഇത്ര സെറ്റാക്കി വെച്ചിട്ട് നിങ്ങൾ വരത്തില്ലെന്ന് പറഞ്ഞ പിന്നെ അതെങ്ങനെയാ? ഞാൻ പറഞ്ഞില്ലേ അത് എന്താ ചെയ്യാൻ. അവിടെ കാളവണ്ടി വല്ലതും കിടപ്പുണ്ടോ? കാളവണ്ടി എന്തിനാ? അല്ല, കാളവണ്ടി ഉണ്ടെങ്കിൽ ഫ്രെയിമിൽ വരും. ഭയങ്കര രസം. ഞാൻ സിനിമയിലെ ആർട്ട് ഡയറക്ടർ അല്ലേ, ഞാൻ ഗുണ്ടയാണ്. മഴയുണ്ടോ? അല്ല, ഞാൻ മഴയൊക്കെ ഉണ്ട്. നല്ല സൂപ്പർ മഴയാണ്. ഞാൻ റെഡിയാക്കാം. നല്ല മഴയെന്ന് ഇപ്പൊ പോയ അടികൂടാ. പനി വരല്ലേ? അതെ, നടക്കൂല ഏട്ടേ. ഞാൻ പറയട്ടെ, 10 പേരെ റെഡിയാക്കിയാൽ വരുമല്ലോ. വരാം. എന്നാ ഞാൻ 10 പേരെ റെഡിയാക്കാം. ശരിയടാ ചെങ്കളം മാധവ. ലൈസൻസ് ഒഴിവാക്കിയല്ലേ? ലൈസൻസ് ഒഴിവാക്കി. നീ ശരിയല്ല കേട്ടോ തോമ. നീ എന്തിനാ SI കുട്ടിക്കാരനെ അടിച്ച് പൊട്ട കണ്ടിട്ട്? തോമാടെ പെങ്ങളെ ദേഹത്ത് തൊട്ടു, അതുകൊണ്ട് ഞാൻ അടിച്ചു. അളിയൻ പെങ്ങളെ വീട്ടിൽ കൊണ്ടാക്കിയിരിക്കുക. അതെന്തിന്? നിന്നെ പേടിച്ചിട്ട്. ഇനി നിന്റെ അളിയൻ ആ പെങ്ങളെ ദേഹത്ത് കൈവെക്കണം. നീ അവനെ പൊട്ട കണ്ടിക്കൊണ്ട് ഇടണം. എല്ലാം തോമയുടെ മണ്ടേ തന്നെ വരും. നിന്റെ മണ്ടേ വരും. നിന്റെ കാര്യം ഓർത്ത് എനിക്ക് ദുഃഖിക്കാനേ സമയമുള്ളൂ. എന്ത്? കാപ്പിപ്പോയി 2 കുപ്പി കള്ള് ചോദിച്ചിട്ട് അവന്മാര് തരുന്നില്ല. 10 കാശ് തീർക്കണം. അതല്ല, നീയല്ലേ പറഞ്ഞത് മുന്തിരിക്കള്ളിന് കയ്പാണെന്ന്? ഞാനല്ല പറഞ്ഞത്. തുളസിയോ ചെമ്പരത്തിയോ? എനിക്കിപ്പോ കള്ള് കിട്ടുന്നില്ല.
ചേട്ടാ ഇതിപ്പോ എല്ലാം എന്റെ മണ്ടയിലാണല്ലേ വന്ന് കാരണം എനിക്കറിയാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പപ്പ നിങ്ങൾക്ക് എന്റെ കുറ്റം മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുള്ളൂ. എന്റെ കഴിവ് കാണണമെങ്കിൽ തട്ടും പുറത്ത് കയറി നോക്കണം. ഞാൻ കണ്ടു 2 പെട്ടി നിറയെ വ്യാജ സീഡികൾ. ഇത് മൊത്തം ഇടേണ്ട സീഡി ഉണ്ടല്ലോടാ. ഈ കളക്ഷനൊക്കെ നീ എവിടുന്ന് സംഘടിപ്പിക്കുന്നു കുട്ടി? അതൊക്കെ വന്ന് അങ്ങ് ചേരും. പപ്പ നിങ്ങൾ കൊച്ചിലെ തൊട്ടേ എന്നെ ഉപദ്രവിക്കുകയാണ്. ഞാൻ സോപ്പോട്ടിൽ ഒരു ക്യാമറ ഉണ്ടാക്കി, അതും നിങ്ങൾ നശിപ്പിച്ചല്ലേ. എന്റെ സോപ്പോട്ടി ക്യാമറ അതെനിക്ക് കിട്ടിയ കുളക്കട വീത. നീ എന്തിനാ അവിടെ കൊണ്ടുവച്ചേ? ഉണ്ടാക്കിയാൽ മാത്രം മതി, അത് വർക്കാവും നോക്കണ്ടേ. അപ്പാ അപ്പൻ എന്റെ അത്ഭുത മണി കണ്ടിട്ടുണ്ടോ? തോമസ് ചാക്കോ, നീ ഒരു അപ്പനോടാണ് ഇങ്ങനെ സംസാരിക്കുന്ന ഓർമ്മ വേണം. ഞാൻ സ്കൂളിൽ തന്നെ ഇങ്ങനെ അടിക്കുന്ന ഒരു മണി ഞാൻ കണ്ടുപിടിച്ചില്ല. അത് നിങ്ങളല്ലേ എടുത്ത് ദൂരെ എറിഞ്ഞത്. ആ അത്ഭുത മണി കാരണം ഒരു കുടുംബം ഇപ്പൊ വഴിയാരത്തിലാ. ഏത്? ആ പിയൂണ് അവനിപ്പോ മണി അടിക്കുക ജോലിയില്ല. അവന് കുടുംബം ഇപ്പൊ വഴിയാധാരം പട്ടിണിയാ. അവനും നിന്റെ തലയിലാ. എല്ലാം എന്റെ മണ്ടയില്. അതൊക്കെ പോട്ട്, എന്നെ നോക്കണ്ട. ഞാനൊരു ലോറി വാങ്ങിച്ച് വീട്ടിയിട്ടിട്ടില്ലേ, അതിന്റെ ഗ്ലാസ് ഒന്ന് തുടയ്ക്കാനുള്ള ഒരു മര്യാദ നിങ്ങൾ കാണിച്ചിട്ടുണ്ടോ? ഈ വയ്യാത്ത കാലം കൊണ്ട് നീ നിന്റെ ലോറിയുടെ മണ്ടേക്കാര് ഗ്ലാസ് തുടക്കണം അല്ലേടാ? വയ്യാത്ത കാലം കൊണ്ട് അതിന്റെ മോളിൽ കയറി ചെകുത്താൻ എഴുതുന്ന ഒരു കുഴപ്പമില്ലല്ലോ നിങ്ങൾക്ക്. മാതൃകാ അധ്യാപകന് പ്രസിഡന്റ് കയ്യിൽ നിന്ന് അവാർഡ് കിട്ടിയവനാ ഞാൻ. എനിക്ക് അറിയാമെന്ന് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഇത് എങ്ങനെ കിട്ടിയതാണ്? ആ എഴുതി വെച്ചേക്കണ എല്ലാ അക്ഷരത്തെറ്റും പെയിന്റ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇത് എങ്ങനെ കിട്ടിയത്? നിങ്ങൾക്ക് ഇത് കിട്ടിയതാ, നിങ്ങൾ അടിച്ചോണ്ട് പോയതാ? കിട്ടിയതാ. അതൊക്കെ പോട്ടെ, ഞാൻ വണ്ടിയും കൊണ്ട് ജംഗ്ഷനിൽ കൂടെ പോകുമ്പോ ഒന്ന് തിരിഞ്ഞു നോക്കിക്കൂടെ നിങ്ങൾക്ക്? ഞാൻ തിരിഞ്ഞു നോക്കില്ല, എനിക്ക് അവളെ ഇഷ്ടമല്ല. സിൽക്ക് സിമതയും കൊണ്ടുപോകുന്ന നോക്കുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്, ഞാൻ വണ്ടിയും കൊണ്ട് പോകുമ്പോൾ ഉള്ള കാര്യമാണ് പറഞ്ഞത്. ഉമ്മാതല്ലടാ, നിന്റെ ഈ പ്രവൃത്തികൾ കൊണ്ടാ ഞാൻ നിനക്ക് പകരം വീട്ടുമുറ്റത്ത് ഒരു 18-ാം പട്ട തെങ്ങ് വെച്ചത്. എന്ന് വെച്ച്? അന്ന് വെച്ച്. നിങ്ങളെ ഞാൻ ജനിക്കുന്നതിന് മുമ്പ് വയ്ക്കണോട് നീ പറഞ്ഞ 18. പിന്നെ അല്ലാതെ നീ നിങ്ങളെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് 18-ാം പട്ട തെങ്ങ് വെച്ചിട്ട് എന്തൊരു കാര്യമാണ്? ഇതാ കുഴപ്പം. ഞാൻ വല്ലതും ചോദിച്ചാൽ നിങ്ങൾക്ക് അപ്പോഴേ ഉത്തരം മുട്ടും. നീ എന്ന് തോമായിന് നന്നാവുന്ന? പപ്പ എനിക്ക് രക്ഷപ്പെടണമെന്നുണ്ട്, നന്നാവണമെന്നുണ്ട്. എനിക്കത് എങ്ങനെയെന്ന് അറിയില്ല. പറഞ്ഞുതരാം, ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. പറയൂ. ദ്വിമാന സമവാക്യത്തിന്റെ സാമാന്യ രൂപം എന്താണെന്ന് നീ ഇവിടെ പറ. വിമാന സമവാക്യത്തിന്റെ സാമാന്യ രൂപം? ഈ പറഞ്ഞ സാധനത്തിന് സാമാന്യമായിട്ടൊരു രൂപം ഉണ്ടല്ലോ, അതെന്താണെന്ന് നീ ഇവിടെ പറ. അല്ല, ആ പറഞ്ഞ ആ രൂപത്തിന് ഒരു രൂപം ഉണ്ടല്ലോ, ആ രൂപത്തിൽ തന്നെ. ആ രൂപമാണ് എന്താണെന്ന് നീ ഇവിടെ പറ. ആ രൂപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ രൂപം ഇരിക്കണെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇങ്ങനെ വല്ലതായിരിക്കും ഇരിക്കണം. അല്ല, എനിക്ക് അറിയത്തില്ല. ഇവനെന്താ ഫ്ലോട്ടോ? ഞാൻ അടി നിർത്തിയോ? ചെങ്കളം മാധവ. അതെ, ചെങ്കളം മാധവൻ. 10 പേര് തിരഞ്ഞാ നീ വരാന്ന് പറഞ്ഞില്ലായിരുന്നോ? അതേടാ, 10 പേര് തികഞ്ഞു. ഞാൻ ദാ വരുന്നു. പക്ഷെ മഴ പോയി കേട്ടാ. മഴ പോയി. ഞാൻ ഈ 10 പേരെ ഒപ്പിച്ചോണ്ട് വന്ന സമയത്ത് നല്ല മഴയായിരുന്നു. പക്ഷെ അതങ്ങ് വിട്ടു പോയത്. മഴ ഉണ്ടെങ്കിൽ അത് കൊള്ളാം. ഞാൻ നമുക്ക് അടിയുടെ ഒരു സെറ്റപ്പ് സെറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ടാ. അല്ല, ഞാൻ പറഞ്ഞു ഇപ്പൊ ഞാൻ ഈ 10 പേരെ ഒപ്പിച്ചോണ്ട് ഇനി മഴക്ക് വേണമെന്ന് പറഞ്ഞാൽ ഒരു കാര്യം, ഫയർഫോഴ്സിനെ വിളിച്ച് വെള്ളം അടിച്ചാലോ? അത് പറ്റൂല, അത് പറ്റൂല. അത് നമ്മളെ കയ്യിൽ നിൽക്കില്ല. പോത്തുകളെ കഴിച്ചോണ്ട് പോയാ? പോത്തുകളെല്ലാം അടിച്ചോണ്ട് കാളവണ്ടി നടക്കൂല, ഒട്ടും നടക്കൂല. അല്ല, ഇതിപ്പോ എനിക്ക് തല്ല് കൊള്ളാൻ തയ്യാറായിട്ട് നിൽക്കുമോ ഞാനിവിടെ? ഒരു കാര്യം, നിങ്ങൾ 10 പേരില്ലേ, നിങ്ങൾ തമ്മിൽ കിടന്ന് അടി പിടിക്കോ? ശരി, ഓക്കെ. എന്നെ ശല്യം ചെയ്യല്ലേ. റോങ് നമ്പർ പ്ലീസ്. ഊരി അല്ലേ? ആരാ മനസ്സിലായില്ല? സ്ഫടികം സിനിമയിൽ ഈ ഗസ്റ്റിലായിരുന്നല്ലോ. മനസ്സിലായില്ല എന്നെ? സ്ഫടികം ഫസ്റ്റിൽ ഞാൻ ഇല്ലായിരുന്നു, പക്ഷെ സ്ഫടികം 2-ാം ഭാഗത്തിൽ ഞാനായിരിക്കും മികച്ച വില്ലൻ. മനസ്സിലായില്ല? സിൽക്ക് സ്മിതയുടെ ഭർത്താവ് പോളിസ്റ്റർ രാജ. ഈ തുണിക്കടക്കാരല്ല ആശുപത്രിയിലോട്ടാണ് കയറി വരുന്നത്. തുണിക്കടക്കാരനൊന്നും അല്ല. ഞാൻ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് പറഞ്ഞ് ചാക്കോ മാഷ് മോന് ഈ ഹോസ്പിറ്റലിലുണ്ടെന്ന്. എനിക്ക് നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഇവന്റെ കുറച്ച് കുസൃതികൾ പറയാനുണ്ട്. എന്താ കാര്യമെന്നോ? ഞാനും എന്റെ പെണ്ണുമുള്ളതും കൂടെ മര്യാദക്ക് അവിടെ മെറ്റിൽ കോറിൽ മെറ്റിൽ അടിച്ചോണ്ടിരിക്കുവായിരുന്നു. ഇവൻ ഒറ്റടുത്തം വന്ന് എന്നെ വേറെ കോറിലോട്ട് പറഞ്ഞു വിട്ടു. എന്തായി കേൾക്കുന്നേ? എന്നിട്ട് ഞാനില്ലാത്ത സമയത്ത് ഇവൻ എന്തിനാ എന്റെ വീട്ടിൽ വരുന്നത്? അതെനിക്കറിയാം. അത് വേറൊന്നുമല്ല, ഈ സിൽക്ക് സ്മിതയ്ക്ക് അത്തച്ചിട്ടി ഉണ്ടായിരുന്നു, ഞാൻ അതിൽ ചേർന്നു. ആ ചിട്ടിക്കകത്ത് ഞാനും ഉണ്ടായിരുന്നു. എന്നിട്ട് ചിട്ടി അടിച്ചോ? എനിക്കടിച്ചു. ഇവനും ചിട്ടി അടിച്ച്, നാട്ടുകാർക്ക് മൊത്തം ചിട്ടി അടിച്ചു, പക്ഷെ എനിക്ക് മാത്രം ചിട്ടി അടിച്ചിട്ടില്ല. ഈ എറണാകുളം ജില്ലയിൽ എന്തുമാത്രം മസാജ് പാർലർ ഉണ്ടെന്ന് അറിയാവോ? ഇവിടെ ഒന്നും പോവാതെ എന്റെ പെണ്ണും പിള്ളയെ കൊണ്ട് തന്നെ ചവിട്ടി തിരുമിക്കണമെന്ന് ഇവനെന്താ ഇത്ര വലിയ ആഗ്രഹം? മുട്ടുവേദന വന്നിട്ട് എന്റെ കയ്യിൽ ഇത്തിരി കുഴമ്പ് പോലും ഇട്ട് തരാത്തവളാണ് വീട്ടിൽ വെച്ചിരിക്കുന്ന പാമോയിൽ മൊത്തം എടുത്ത് ഇവന്റെ മുതുകത്തെട്ട് ഇവനെ തിരുമുന്നത്. അതൊക്കെ പോട്ടെ, കഴിഞ്ഞ ദിവസം 2 പേരും കൂടെ പോലീസ് പിടിച്ചായിരുന്നു. പോലീസ് പിടിച്ച് വിലക്ക് വിട്ട് 2 പേരും കൂടെ കൈ പിടിച്ച് ജംഗ്ഷനിലൂടെ ഇങ്ങനെ നടന്ന് ഞാൻ കണ്ടായിരുന്നു.
അന്ന് ഞാൻ ബഹദൂറിന്റെ തയ്യക്കടയിൽ ഇരിക്കുവായിരുന്നു. നല്ല തണ്ട കണ്ടിട്ട് അത് കേട്ട് മിണ്ടാതിരിക്കുവായിരുന്നല്ലേ. ആ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു എന്തോന്ന് അറിയാമോ? ഇവർ രണ്ടുപേരും ജാമ്യത്തിൽ ഇറക്കാൻ ഞാൻ അങ്ങോട്ട് ചെല്ലണമെന്ന്. പിന്നെ വരണ്ടേ, അത് നിങ്ങളെ ഉത്തരവാദിത്തമാണ്. പിന്നെ ഭാര്യയുടെ കാമുകനെ ജാമ്യത്തിൽ എടുക്കലല്ലടാ എന്റെ ജോലി. എന്റെ പൊന്ന് വെള്ളം നിങ്ങളൊരു തന്തയാണ്. തന്തയാണെങ്കിൽ പിള്ളേരെ തല്ലി വളർത്തണം. എനിക്ക് ഇതിനെല്ലാം ഒരു തീരുമാനം അറിഞ്ഞേ പറ്റത്തുള്ളൂ. ഉണ്ടാക്കി തരാം. വിമാന സമവാക്യത്തിന്റെ സാമാന്യ രൂപം എന്താ? അളിയാടാ ഇനി വന്നാ ഒന്ന് പറഞ്ഞു കൊടുക്കണം പുള്ളിക്ക്. അത് എന്നെ ഞാൻ ജനിച്ച നാൾ തൊട്ട് എന്റെ ചോദിക്കുന്നു. എനിക്ക് അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു. നീ മെറ്റിലടിക്കാൻ പോണ ഞാൻ ഈ വിമാന സമവാക്യത്തിന്റെ പറഞ്ഞെങ്കിൽ അത് പൂടച്ചവിങ്ങി കാണിക്കാൻ പറഞ്ഞുതരാം. ഓ മൈ ഗോഡ്, ഈ വാക്കിൽ ഇത്രയും വലിയ അർത്ഥം ഉണ്ടായിരുന്നു. ഒരു കാര്യം ചെയ്യാം, എന്റെ റിസൾട്ട് വരാൻ സമയമായി. ഞാൻ പോയത് മേടിച്ചിട്ട് വരാം. ചാക്കോമാഷിന്റെ റിസൾട്ട് റെഡി ആയിട്ടുണ്ട്. നീ വന്നടാ. ഒരു കാര്യം ഞാൻ പറയുവാണ് തോമ, ഇനി ഞാനില്ലാത്തപ്പോ എന്റെ ഭാര്യയെ നീ വന്ന് കാണാൻ പാടില്ല. തോമ വെള്ളം അടിക്കും, അലിമുണ്ടാക്കും, പക്ഷെ തോമ ചെറ്റല്ല. എടാ ഇത്രയൊക്കെ ചെയ്തു വെച്ചിട്ട് നീ ചെറ്റയില്ലെന്ന് പറയുന്നത് നിനക്ക് കുറച്ചെങ്കിലും ഉളുപ്പുണ്ടാണ്. ആന്യനായ മനുഷ്യൻ റിസൾട്ട് കിട്ടി മോനെ. വിളിച്ചു പറയാ, വിളിച്ചു പറയാം മോനെ, വിളിച്ചു പറയും മോനെ. അല്ല പിന്നെ പറയാ പെട്ടെന്ന്. നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും കിടന്ന് ഒന്നും പറയണ്ട. ഈ റിസൾട്ട് വായിച്ചാൽ മതി. ഞാൻ വായിക്കാം. ഇത് സംഭവം പേടിക്കേണ്ട കാര്യമില്ല. ബാലു ചാക്കോ മാഷിന്റെ മോനല്ല. പക്ഷെ അടിയിൽ വേറൊരു കാര്യമുണ്ട് കേട്ടോ. ചാക്കോ മാഷിന് ജന്മത്ത് പിള്ളേരുണ്ടാവില്ല. ഇതിനാണല്ലേ ജനിച്ച നാൾ മുതൽ എന്നെ നിങ്ങൾ തടിക്കണം. സ്വന്തം ചോരയല്ലല്ലോ. എനിക്ക് അന്നേ ഡൗട്ട് ഉണ്ടായിരുന്നു നിങ്ങൾ അങ്ങനെ തടിച്ചപ്പോൾ. നിനക്കിത് വേണോടാ, നിനക്കിത് വേണം. ഹലോ, പിള്ളേരുടെ അച്ഛൻ ഇത് എവിടാ? എടി എനിക്കും അത് തന്നെ ചോദിക്കാനുള്ളത്. ഈ പിള്ളേരുടെ അച്ഛൻ എവിടെയാ? അവ ആരാ? കേട്ടോ, നല്ല ഉഗ്രൊരു ഗൈഡ് കൊടുത്തേ. ഒരു രക്ഷയില്ലായിരുന്നു, ചിരിച്ച് ചത്തു. നസീർക്ക നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട്. കാര്യം നല്ല ഒരു ഇങ്ങനെ ചിരിച്ച മുഖത്തോടു കൂടി തന്നെ ഇരുന്ന് തുടക്കം മുതൽ അവസാനം വരെ കാണാൻ പറ്റി. ഗംഭീരമായിരുന്നു, നല്ല സ്കിറ്റാണ്, അടിപൊളിയാണ്. 3 പേരും നന്നായിരുന്നു, ഗംഭീരമായിരുന്നു, അടിപൊളി. ആ പടം കണ്ട ഒരു മൂഡ് തന്നെയാണ്. നല്ല മനോഹരമായ സ്കിറ്റ് നമ്മൾ പടം കാണും പോലെ കണ്ടു. നല്ല ഗംഭീരമായിരുന്നു, നല്ല അഭിപ്രായം ഞാൻ പറയും. ചേട്ടാ ഉഗ്ര സ്കിറ്റായിരുന്നു. ഉഗ്ര സ്കിറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ചിരിച്ചത് ചെങ്കളം മാധവനോ. പ്രസാദ് ഉഗ്രനായിരുന്നു കേട്ടോ. പ്രസാദ് ഗംഭീരമായിരുന്നു. പ്രസാദ് ഈ പറഞ്ഞൊരു ത്രൂ ഔട്ട് ആ ക്യാരക്ടർ പിടിച്ചു, നന്നായിരുന്നു. പിന്നെ ദീപു ഒരു രക്ഷയില്ല കേട്ടോ. ദീപു എന്തൊക്കെ പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ആക്ടറാണ്. മനു ഒരു രക്ഷയില്ലായിരുന്നു. ഇന്ന് പുറത്തുനിന്ന് ഫോൺ കോൾ ആണെങ്കിലും ഒരു മോഡുലേഷനാണ്. നമ്മൾ ഇവിടെ വരുന്നവരോട് പറയുന്നത്, നിങ്ങളിങ്ങനെ ഇവിടെ കടന്ന് മറിഞ്ഞിങ്ങനെ ഭയങ്കര എക്സ്പ്രഷൻ ഇട്ടിട്ടോ ഭയങ്കര ബോഡി ലാംഗ്വേജ് ഇട്ടിട്ടോ ഇങ്ങനെ ചാടിയിട്ടോ അതൊന്നുമല്ല. ഒരു ചെറിയ നോട്ടം, ഒരു ചെറിയ ഡയലോഗിൻ്റെ മോഡുലേഷനിലൊക്കെ ആയിരിക്കും ചിരിപ്പിക്കാൻ പറ്റുന്നത്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഷാജേട്ടാ. നമ്മളെല്ലാരും ഒരുപാട് ചിരിച്ചു. ആരാണ് മാർക്സ് കൊടുക്കാൻ പോകുന്നത്? ആഫ്രിക്ക ഞാൻ ആലോചിക്കണമൊന്നുമില്ല. ഞാൻ ഒരു 12 വാങ്ങുന്നു. ഓ 12,000 രൂപ കലക്കി. നസീർക്ക ഒരു 10 രൂപ. 22,000 രൂപ. നല്ല കനത്തില് സാധനം ഇങ്ങോട്ട്. 60,000 രൂപ. അടിപൊളി. ഉഷാറായി. അടുത്ത പ്രാവശ്യം ഇതേപോലെ ഉഷാർ റൈറ്റുമായിട്ട് വരിക. കലക്കി 75,000 1 ലക്ഷം വാങ്ങിക്കുന്നു. ഓക്കെ, അടിപൊളി. ടാറ്റാ, ബൈ. ജീവാ, എന്തുവാടാ ഇത്? എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ ഉത്സവം ഒന്ന് ഭംഗിയായിട്ട് നടത്തിക്കൊണ്ട് പോകാൻ പറ്റും. എന്റെ കൂട്ടുകാരനെ ഞാൻ ഉത്സവം നടക്കുക, അപ്പൊ നീ വന്ന് ഇവിടെ എന്റെ ഇവിടെ ചെറിയൊരു കട ഇട്ടോ എന്നൊക്കെ പറഞ്ഞു. കൂട്ടുകാരനായതിന്റെ ഒരു സ്വാതന്ത്ര്യത്തിൽ അവനോട് പറഞ്ഞാൽ ഇതൊന്ന് നോക്ക്, ഞാൻ ഒന്ന് വരാന്ന് പറഞ്ഞ അവൻ പോയി. അങ്ങനെ ഒരു പണി വന്നിട്ട് പോയതാണ്. മണ്ട, നിനക്ക് മനസ്സിലായില്ലേ? ഇല്ല, ഇത് അവൻ ഇതിന് പോയതൊന്നും അല്ല. പിന്നെ നിനക്കിട്ട് ശരിക്കും ഒരു പണി തന്നതാ. കാരണം നീ നാട്ടുകാരെ പറ്റിച്ച് ഇങ്ങനെ ചുമ്മാ ഹലോ വെൽക്കം ഐറ്റം വരയിലേക്ക് സ്വാഗതം എന്നൊക്കെ പറഞ്ഞ് വെറുതെ ഇരുന്ന് ജീവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു പണി തന്ന.
ഒരു കൈത്തൊഴിൽ പഠിച്ചോട്ടേ എന്ന് കരുതി ഒരു പണി തന്നെ. ഈഗോ ഹേർട്ടാത്തില്ലെങ്കിൽ പക്ഷെ ഇത് മുമ്പോട്ട് കൊണ്ടുപോവാണെങ്കിൽ ജീവിക്കാം. അതെ അതെ ശരി, നല്ല ഐഡിയ. പക്ഷെ വേണ്ട, ഇത് തന്നെ ചെയ്യൂ, ഇത് തന്നെ ചെയ്യൂ. Continue. ഈഗോ ഹേർട്ടാത്തില്ലെങ്കിൽ ഞാനൊരു കാര്യം എന്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞോട്ടെ. പറഞ്ഞോ. നമ്മൾ 3 പേരുടാണോ ഈ പരിപാടി തുടങ്ങിയത്? അതെ. പകുതിക്ക് വെച്ച് ഒരുത്തനെ ഇങ്ങനെ ഇളക്കുന്നത് അത്ര നല്ല കാര്യമല്ല. അല്ല അത് അല്ല ആണോ? ഇളക്കം ഒരുമിച്ചാണ് തുടങ്ങിയത്. ഇത് ഏൽപ്പിച്ചവനെവിടെ? അതാ അവനെ വിളിക്ക്. നിങ്ങൾ എന്റെ കൂടെ നിക്ക്. ഞങ്ങൾ നിൽക്കുന്നു. വിളിക്ക് അവനെ വിളിക്ക്. മനോജേ, ആ അജേഷേ, ഇവർ രണ്ടുപേരും വന്നില്ലേ? 5 എന്ത് ഒലിപ്പീരാ. 5 പേര്. വേറെ ഭക്തജനങ്ങളെ, തിരുവുത്സവത്തോടനുബന്ധിച്ച് വിശേഷാൽ പൂജകൾക്ക് ശേഷം ഇന്ന് രാത്രി കൃത്യം 8:30 സംഗീത സദസ്സ് ഉണ്ടായിരിക്കുന്നതാണ്. ചാന്ത് പൊട്ട് വള കളിപ്പാട്ടം. ചാന്ത് പൊട്ട് വള കളിപ്പാട്ടം. മനുഷ്യ, നിങ്ങൾ ഈ കിടന്ന് വിളിക്കുന്ന കേട്ടാലേ വാങ്ങാൻ വരുന്നവൻ പേടിച്ചോടും. അയ്യോ, പിന്നെ നിന്റെ ശൃംഗാരം കണ്ടു കഴിഞ്ഞാൽ വാങ്ങാൻ വരുന്നവരെല്ലാം വാങ്ങിച്ചിട്ട് നിന്നെ കൂടെ കൊണ്ടുപോലോടി. അനാവശ്യം പറയാണല്ലോ. ഇതിന് കുത്തിപ്പോക്കാൻ ഞാൻ പാർട്ടിയുടെ കൂടി തന്നെ താത്ത് കൃത്രി തന്നെ. ഈ ചൂടുള്ള ചട്ടുമ്പത്തിൽ നിന്റെ പുറത്ത് ഞാൻ ടാറ്റു അടിച്ചു കളയും. അടിക്കോ നിങ്ങള്? അടിക്കൂടി. ഇതോണ്ട് അയാളെ കപ്പലണ്ടി കിടന്ന് കരിയുന്നു. കരിഞ്ഞ കപ്പലുണ്ട്. പൊട്ട് വള കളിപ്പാട്ടം. അയ്യോ അയ്യോ, എന്തുവാ ഇവിടെ വെച്ച എന്റെ പൈസ കാണുന്നില്ല മനുഷ്യ. അവിടെ കാണുന്നു, നോക്കങ്ങോട്ട്. അയ്യോ, ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശാടേ. അയ്യോ, പതുക്കെ പറയടി. സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കിയ കേസാ. ഞാൻ കള്ളനോട്ട് അടിച്ച കാര്യം അല്ല പറയുന്നത്. ഞാൻ ഇതൊക്കെ വിറ്റ് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശ് അത് കാണുന്നില്ലെന്ന്. അവിടെ കാണുമ്പോ നോക്ക. എന്റെ മുഖത്തോട്ടൊന്ന് സൂക്ഷിച്ച് നോക്കിയ മനുഷ്യ നിങ്ങള്. എനിക്ക് നിന്നെ നോക്കുന്ന ഇഷ്ടമല്ല, പ്രത്യേകിച്ച് സൂക്ഷിച്ച്. ഉണ്ടോ? ഇല്ലല്ലോ. എന്റെ നിക്കറിന്റെ പോക്കറ്റിൽ തപ്പ. ഇയാൾ ഇത് ഇത്ര ഉറപ്പായിട്ട് പറയുന്നുണ്ടെങ്കിൽ ഉറപ്പാ ഇയാൾ ഇന്ന് നിക്കർ ഇട്ടിട്ടില്ല. എങ്ങനെ ഇടും? ഇവളെ കല്യാണം കഴിച്ചാൽ അന്ന് മുതൽ എന്റെ നിക്കർ കീറിയത് അറിയാവോ? നിങ്ങൾ തന്നെ ഇത് പറയണം മനുഷ്യ. ഞാൻ തന്നെ അടി പറഞ്ഞതാ, അല്ലാതെ പ്രൊഫസർ അരിയാനെ കൊണ്ട് ഡബ് ചെയ്ത് പറഞ്ഞതല്ല ഇത്. എന്റെ പൊന്നു കൊച്ചേ, ഇവിടെ ഇപ്പൊ സ്റ്റേജിന്റെ ഫ്രണ്ടിൽ ആൾക്കാരൊക്കെ ഇരുന്ന് കാണും. ഞാൻ ഈ കാപ്പി കൊണ്ട് കച്ചവടം ചെയ്തിട്ട് പറഞ്ഞിട്ട് നീ ഇളക്കണം കേട്ടോ. എന്നാ പോ. മനുഷ്യ നിങ്ങള് സ്റ്റേജിന്റെ ഫ്രണ്ടിൽ ഒരുപാട് ആൾക്കാർ ഇരിപ്പില്ലയോ? റിഹേഴ്സലെടുത്ത് പോവാ. കുർള എക്സ്പ്രസ് പോണ പോക്ക്. രാഗങ്ങള്. ഓ, എന്റെ വിളി കേട്ടവർക്ക് രാഗങ്ങളൊക്കെ അങ്ങ് അക്രമല നിൽക്കുവന്ന്. നമ്മുടെ മോഹങ്ങളെ ഞാൻ ഇവിടെ നേരത്തെ എന്റെ കൈ കിടന്നാ. പിന്നെ എനിക്കറിയാം ഇങ്ങനെയൊക്കെ അല്ലേ. ഇത് കുറച്ചുകൂടി ഈസിയാണല്ലോ അറിയാം എനിക്ക്. പിന്നെന്തുവാ എന്റെ ഇതാ പൊതുജന മധ്യത്തിലോട്ട് ഇറങ്ങിൽ എന്നെ പെട്ടെന്ന് തിരിച്ചറിയും. ഞാനാണ് സംഗീത ശിരോമണി തങ്കവേലു അയ്യങ്കാർ. അയ്യോ അല്ല, അയ്യങ്കാർ. സാർ എന്താ ഇവിടെ? ഞാൻ കച്ചേരിക്ക് വന്നതാ. ഈ അമ്പലത്തിൽ ഇന്ന് 8:30 എന്റെ ടീമിന്റെ സംഗീത കച്ചേരിയാണല്ലോ. പിന്നെ സാർ, ഞാൻ സാറിന്റെ ഭയങ്കര ഫാനാ. എന്താ പേര്? എന്റെ പേര് കല്യാണി. ഓ, രാഗത്തിന്റെ പേരാണല്ലോ. അപ്പൊ കല്യാണി കുട്ടി എന്ത് ചെയ്യുന്നു? വളക്കട. അല്ല, വളക്കേടാന്ന് പറഞ്ഞു. അയ്യോ, എനിക്ക് വളക്കച്ചവടമാണ്. അയ്യോ, വളക്കച്ചവടം. ഇത് കല്യാണിയുടെയാണോ? കേൾക്കാൻ പറ്റി. അയ്യോ, അത് പൊട്ടി. അയ്യോ, ഓരയ്ക്കുമ്പോ തീപ്പരി വരുന്ന കാർ. അടിപൊളി. അയ്യോ, ഇനി വന്നേ. ഈ വളേ കല്യാണിക്ക് നന്നായിട്ട് ചേരും. ഇത് ഞാൻ വാങ്ങിച്ചു തരട്ടെ? അതെന്റെ അല്ലേ? പറഞ്ഞോളൂ, നിന്റെ ആണല്ലോ ഇത്. അയ്യോ, ഇത് കേറുന്നില്ല. കുഴപ്പമില്ല, ഇച്ചിരി സോപ്പ് ഉണ്ടായിരുന്നില്ലേ, പെരട്ടിയ ബുളുസോ നം കേറിക്കോളും കേട്ടോ. ഞാൻ തത്തമ്മ കൊത്തുവോ? ഇല്ല. ഈ വളക്ക് എന്താ? ആ വളക്ക് പനിയും തലവേദനയും. അയ്യോ ചേട്ടൻ, ഞാൻ കാപ്പിക്കത്തോടത്തിന് പോയതാ, അല്ലാതെ കാപ്പിയെ കയറി തൂങ്ങാൻ പോയല്ല, അറിയാമോ? മനുഷ്യ നാണം കെടുത്തല്ലേ? ഏതാടിയാ വെച്ച് ഒരച്ചോണ്ടിരിക്കുന്ന? അയ്യോ, ഇദ്ദേഹത്തെ നിങ്ങൾ അറിയില്ലേ? ഞാനില്ലാത്തപ്പോ ഇവിടെ വിളിച്ചു കയറ്റിയ ഈ രാമച്ച തലേനെ ആര് തിരിച്ചറിയും? ആര് തിരിച്ചറിയും? ആരടിയത്? എന്റെ പൊന്നു മനുഷ്യ, ഇതൊരു സെലിബ്രിറ്റിയാ എന്ന് പറഞ്ഞാല്
പേര് പറഞ്ഞാൽ ചിലപ്പോ ചേട്ടൻ അറിയും. എന്താണ് ഉറക്കെ പറയടി. ഞാനാണ് സംഗീത ശിരോമണി തങ്കവേലു അയ്യങ്കാർ. എനിക്ക് ഈ പുള്ളിക്കാരൻ അറിയത്തില്ല, ഞാൻ ഇതുവരെ പുള്ളിക്കാരന്റെ പാട്ട് കേട്ടിട്ടില്ല. എന്റെ പൊന്നു മനുഷ്യ, കഴിഞ്ഞ ആഴ്ച നമ്മൾ തിരുനാവായ ഉത്സവത്തിന് പോയില്ലേ? ഓ ഫുഡ് പോയ്സന്. ഓ പുഷ്പോത്സവം. ആ അവിടെ അന്ന് കച്ചേരി നടത്തിയത് ആരാ? ഇദ്ദേഹമല്ലേ? ചുമ്മാ അല്ലടി പൊന്നു കൊച്ചേ, ചുമ്മാ അല്ല. ഈ പുള്ളിക്കാരനെ കാപ്പിയും കൊണ്ട് ഞാൻ അവിടെ ചെന്നപ്പോഴേ ഞാൻ കണ്ടായിരുന്നു സംഗീത കച്ചേരിയായിരുന്നു അത്. അല്ല, ഞാൻ അതിനകത്തിരുന്ന് ലോട്ടറി കച്ചവടം ചെയ്യുമായിരുന്നു. ഇന്നത്തെ ഓർമ്മ എടുക്കാൻ ഒരു കീറോടെ ഞാൻ തരാമല്ലോ. കിടുക്കം പരിപാടി അല്ലായിരുന്നോ അത്? അന്നത്തെ പരിപാടി കഴിഞ്ഞ സംഘാടകർ എനിക്ക് മുമ്മന്റെ ഒക്കെ തന്നല്ലോ. നിങ്ങളുടെ കച്ചേരി നടക്കുന്നത് ആ സ്റ്റേജിലല്ലയോ? അതെ. നിങ്ങൾ ഇവിടെ കിടന്ന് വടുകാതെ അവിടെ പോയി തൂത്തുവരെ അവിടെ കാണാൻ നിന്നാ പോരായോ? നീ എന്തൊരു വർത്തമാനോടായി പറയുന്നത്? നീ ഈ ലോകത്തൊന്നുമല്ലേ ജീവിക്കുന്നത്? നമ്മൾ ഈ സെലിബ്രിറ്റികളൊക്കെ പരിപാടിക്ക് പോകുമ്പോൾ നമ്മളാണോ സ്റ്റേജ് സെറ്റ് ചെയ്യുന്നതാണോ? നമ്മൾ വേറെ ആൾക്കാരെ നിർത്തിയിട്ടില്ലേ അവിടെ? അല്ലേ? നമ്മൾ അവിടെ ഇങ്ങനെ ഇരിക്കുന്നില്ല. പരിപാടി തുടങ്ങുന്ന സമയത്ത് ചെല്ലും, അവതരിപ്പിക്കും, തൊട്ട് മാറ്റിട്ട് പോകും. അങ്ങനല്ലേ? പിന്നെ മോളെ, ഞാനിപ്പോ വന്നത് എന്തിനാണെന്നറിയാമോ? വല്ലാത്ത ദാഹം എനിക്ക്. അത് ഇച്ചിരി കൂടുതലായിരുന്നു, ഇച്ചിരി കൂടുതലാ. എന്നാ പിന്നെ സാറിനൊരു കാപ്പി എടുക്കട്ടെ? കാപ്പിക്ക് എന്തോ ഉണ്ട്. കാപ്പിക്ക് ഇലയുണ്ട്, പൂവുണ്ട്, കായുണ്ട്, വേരുണ്ട്, തണ്ടുണ്ട്. തണ്ട് നിനക്ക് ഇത്ര കൂടുതലുണ്ട്. അത് വന്നപ്പോ മുതൽ ഞാൻ കാണുന്നുമുണ്ട് കേട്ടോ. എന്റെ അഹങ്കാരം കുറച്ചിട്ട് സെലിബ്രിറ്റിക്ക് ഒരു കട്ടൻ കാപ്പി താടായി. മധുരം ഇടണോ? മധുരം ഇട്ടോ, പക്ഷെ നിന്റെ വിരലിടല്ലേ? ഇത്തിരി കാപ്പി ഇട്ട് കൊടുക്കണേ. അല്ല, ഇനി എന്റെ വിരലെങ്ങാനും അതിൽ വീണ പ്രശ്നമുണ്ടോ? നീ അതിനകത്ത് ഇറങ്ങി കുളിച്ചാലും വിഷയമില്ല, അവൻ കുടിച്ചോളും. കൊടുക്കും സാർ കാപ്പി. ഓ കാപ്പി നല്ല ചൂടുണ്ടല്ലോ. നല്ല ചൂട്, ഊതി ഊതി കുടിച്ചാ മതി. ഈ മൊബൈൽ വൈബ്രേറ്റ് അടിക്കുന്നു തോന്നുന്നു. ഓ അവിടുന്നായിരുന്നു. കടി വേണോ സാർ? നോവിക്കാതെ വോട്ട് കടിച്ചോ. എന്തിനാണ് എന്നെ കടിച്ചത്? ഇവിടെ ഞാൻ ആ കടി ഉണ്ടാക്കുന്നത്. എടാ, ഞാൻ കാപ്പിയുടെ കൂടെ കടി വേണമെന്നില്ലടാ പറഞ്ഞത്. എന്നാ ഒരുപടി കപ്പിളിട്ട് തരാം. അയ്യോ, എനിക്ക് കപ്പിളിട്ട് തിന്നാൻ പറ്റത്തില്ല. എന്താ? പല്ലേ പോടാ. നീ നീയുടെ പല്ലിലോട്ട് ഞാൻ കയറി പോണോ? എന്റെ പല്ലിലോട്ട് കയറി പോടാന്നല്ല പറഞ്ഞത്, പല്ല് നിറച്ച് പോടാന്ന്. വേണ്ടേ? ആ ഏട്ടേ ഗുണാക്കേവ്. എന്ത് പറ്റി സുഭാഷ്? സുഭാഷ് അല്ല മാഷേ. ആരാ സാറേ ഈ സാറുമായിട്ട് ഈ മുടി വളർത്തി മത്സരിക്കുന്ന കക്ഷി? ഇവൻ എന്റെ സെക്രട്ടറിയും മാനേജറും ഒക്കെയാണ്. ഞാൻ എന്റെ വീട്ടിലെയും പരിപാടി കാര്യങ്ങളും എല്ലാം മാനേജ് ചെയ്യുന്നത് ഇവനാണ്. 8 വർഷം കൊണ്ട് എന്റെ കൂടെ ഉള്ള ആളാണ് കേട്ടോ. അപ്പൊ മോളെ, ഞാൻ ഈ സംഗീതത്തെ കുറിച്ച് ഒരുപാട് ഗ്രന്ഥങ്ങളൊക്കെ. മാഷേ, ഈ വയലിന് എവിടെ വെക്കും? ഈ ചെറുക്കന്റെ കാര്യമാണ് നമ്മൾ സ്ഥിരം ചെയ്യുന്നതല്ലേ. വയലിന് ഇടത് സൈഡിൽ വെക്കണം, വലത് മാറി വെക്കല്ലേ. കഴിഞ്ഞ ആഴ്ച വലത് സൈഡിൽ വെച്ചപ്പോ അത് വായിച്ചപ്പോ അതിന്റെ ബോവച്ച് അവൻ എന്റെ കണ്ണി കുത്തിയതാ. അതുകൊണ്ട് ഇനി വലത് സൈഡിൽ വെക്കല്ലേ, ഇടത് സൈഡിൽ വെക്കാം കേട്ടോ. നോക്കിയും കണ്ടു ചെയ്യണം കേട്ടോ. ചെല്ല് 8 വർഷം കൊണ്ട് കൂടുതലുള്ള പയ്യനാ, ഭയങ്കര എക്സ്പീരിയൻസാ. അപ്പൊ മോളെ, ഇനി പറയാം. ഇന്നത്തെ കച്ചേരി കഴിഞ്ഞാൽ ഞാൻ അന്നേരം തന്നെ ചെന്നൈക്ക് അങ്ങ് പറക്കും. അതാകുമ്പോ വീട്ടിൽ ചെന്ന് ഇവനെ പൊക്കത്തില്ലല്ലോ. എന്തൊരു വർത്തമാനാണ് നീ പറഞ്ഞേ? എന്തൊരു വർത്തമാനം? എടാ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. വന്നപ്പോൾ മോള് നീ എനിക്കിട്ട് ചൊറിയുന്നുണ്ടല്ലോടാ. നിനക്ക് എന്തുവാ സൂഹിക്കാത്ത? എന്റെ പണവിളക്ക് നുടുപ്പാന്നോ? അത് എന്റെ കൈ കിടക്കുന്ന മോതിരം വന്നോ? നീ എന്തുവാ ഈ പറയുന്നത്? ഞാൻ നല്ല കിടക്കാനായിട്ട് കച്ചേരി നടത്തുകയാണ്. മോളെ, നമ്മുടെ ഹരിമുരളി ഇല്ലേ, അതിനകത്ത് അതിനിടയ്ക്ക് കപ്പലിന്റെ എടുത്തു വായിലിട്ടില്ല. കപ്പലിന്റെ അടുത്തല്ലെന്ന്. ആ ഹരിമുരളിക്കകത്ത് ജതി പാടിയതാ. നിങ്ങൾ പാടി തന്നോ? ആ ഹരിമുരളിക്കകത്ത് ജതി ഇല്ലേ, അത് ഞാനാ പാടിയത്. എന്നാ ഇപ്പൊ ഒന്ന് പാടിക്കേ. പിന്നെ നീ പറയുമ്പോ പാടായിരിക്കും. എനിക്ക് വിശ്വസിക്കണമെങ്കിൽ നിങ്ങൾ ഇത് പാടണം ഇപ്പം. സാർ പ്ലീസ്. സുഹൃത്തെ, ഞാൻ ആ മോൾക്ക് അതൊന്ന് പാടിക്കൊടുക്കുമായിരുന്നു. പതുക്കെ എടുക്കണേ. അല്ല, ഇതെന്റെ ജോലി ചെയ്തോണ്ടിരിക്കുക, നിങ്ങൾ പാടുക ചെയ്തു. ഞാനും എന്റെ ജോലിയാണ് ചെയ്തത്. ചേട്ടാ എന്ത് ചേട്ടാ? അപ്പം മോളെ, അപ്പൊ ഈ രവീന്ദ്ര മാഷ് ഒത്തിരി നിർബന്ധിച്ചിട്ടാണ് ഞാൻ ഇത് പാടിയത്. നീ കൊറേ നേരമായല്ലോടാ കിടന്നോണ്ട്. നീ കലാകാരന്മാരെ ബഹുമാനിക്കാൻ പഠിക്കണം. എന്റെ സ്വഭാവം നിനക്ക് അറിയത്തില്ല. നിന്നെ ഇത് തലക്കടിച്ചേക്കൊണ്ടു കൊച്ചിനെ പാടി കേൾപ്പിക്കുന്ന നിനക്ക് എന്തുകൊണ്ടാണ് സ്വഭാവം നിനക്ക് അറിയത്തില്ല കേട്ടോ. മാഷേ, എന്തുവാടാ ഈ കട എന്ത് ചെയ്യും? കട നീ ആരെന്നാ വാങ്ങിച്ച അവന് തിരിച്ചു വീട്ടറാ. അതല്ല, മൃദംഗവും വയലിനൊക്കെ എടുത്തി വെച്ചു, പക്ഷെ ഈ കട ഇവിടെ വെക്കും. 8 കൊല്ലം കൊണ്ട് കൂടെ നടക്കുന്ന നിനക്ക് കട എവിടെ വെക്കുന്ന അറിയത്തില്ലേടാ. നീ മൃദംഗം വെച്ചോ? മൃദംഗം വെച്ചു. വയലും വെച്ചോ? വയലും വെച്ചു. എങ്കിൽ എല്ലാം കൂടെ എടുത്ത് വടക്കേപ്പുറത്തെ അമ്പലക്കുളത്തിൽ കൊണ്ട് കളയടാ. മാഷ് എന്തിനാ എന്നോട് ചൂടാവുന്നത്? ഞാൻ ആദ്യം ഇറങ്ങി. എടാ, ഇതൊക്കെ നോക്കി കണ്ട് ചെയ്യട്ടെ. ഇറങ്ങി. പാട്ട് പാടാനുള്ള തൊണ്ടാ. ഓള് പറഞ്ഞതുകൊണ്ട് മാത്രം ഞാൻ ഇച്ചിരി നേരം അടങ്ങിയിരിക്കാം. ഇല്ലെന്നുണ്ടെ കൊരവള്ളി പൊട്ടി ഞാൻ ഇവിടെ തന്നെ തകർന്നു വീഴും. പ്രിയമുള്ള ഭക്തജനങ്ങളെ, സംഗീത സദസ്സ് ആരംഭിക്കാൻ പോവുകയാണ്. അതിനുവേണ്ടി സംഗീത ശിരോമണി തങ്കവേലു അയ്യങ്കാരെയും സംഘത്തെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അതെ, പരിപാടി തുടങ്ങാൻ പോവുകയാണ്. അതോ കപ്പൽട്ടിക്കാരാ, മനസ്സിൽ വിരോധമൊന്നും വെക്കരുത്. പരിപാടി തുടങ്ങുകയാണ്. നിങ്ങൾ രണ്ടുപേരും ഏറ്റവും മുമ്പിൽ തന്നെ ഇരിക്കണം. ഞാൻ സ്റ്റേജിൽ ഇരുന്ന് അലക്കുന്ന കാണാം. ഞാൻ കുറച്ചങ്ങോട്ട് മാറിയിരിക്കത്തുള്ളൂ. എന്താ? ഞാൻ അലക്കുമ്പോ സോപ്പും വെള്ളം എന്റെ ദേഹത്ത് തെറിച്ചെങ്കിലോ? അതല്ലെന്ന്, ഞാൻ കച്ചേരി വെച്ച് അലക്കുന്ന കാണാം. എന്താടാ, റെഡി അല്ലടാ അവിടെ? പരിപാടി തുടങ്ങണ്ടേ? പിന്നെ തുടങ്ങണ്ടേ. എന്താ ഈ അവിടുത്തെ സെറ്റപ്പ് ഒക്കെ? എല്ലാം മാഷ് പറഞ്ഞ പോലെ എല്ലാം സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി ഞാനോട് അങ്ങോട്ട് വന്നാ മതി അല്ലേ? പിന്നെ വന്നാ മതി. അതെ, ഈ ഡ്രസ് എല്ലാം കഴിച്ചു മാറ്റിയിട്ട് ഈ തോർത്തം കൊടുത്തേ.
അതിനാ തോർത്തു കൊടുക്കുന്നേ? കുളത്തിലിറങ്ങണ്ടേ? എന്തിന്? മാഷല്ല പറഞ്ഞ വയലിനും മൃത്തം കൊടുത്ത് കുളത്തിലിടാൻ. അതുകൊണ്ട് ഞാൻ എടുത്ത് കുളത്തിലിട്ടു. എന്റെ ദൈവമേ, എടാ സാമുദ്രോഗി, ഞാൻ അന്നേരത്തെ കലിപ്പിന് പറഞ്ഞു തല്ലിയോടാ, നീ അത് കാര്യമായിട്ട് എടുത്തു. അയ്യോ, ഇന്ന് കമ്മറ്റിക്കാർ ഇടിച്ച് പെരുക്കുമല്ലോ. എന്റെ പൊന്ന് കല്യാണിക്കുട്ടി, ഞാനിനി എവിടെ ഇരുന്ന് കച്ചേരി അലക്കും? നീ അമ്പലക്കുളത്തിനകത്തിരുന്ന് അലക്കിയാ മതി. തുടക്കം ഗംഭീരമായി കേട്ടോ, അടിപൊളിയായിരുന്നു. ഷാജൻ ചേട്ടാ, ആദ്യം തന്നെ ഞങ്ങളുടെ ഈ കുടുംബത്തിലേക്ക് നിങ്ങളെ വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാണ്. ഒരുപാട് സന്തോഷമുണ്ട്. കാര്യം ഞാൻ മനോജിനെ, അജേഷിനെ ഒരുപാട് നിങ്ങളുടെ പ്രോഗ്രാംസ് ഒരുപാട് കണ്ടിട്ടുണ്ട്. ഞാൻ നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന 2 ആർട്ടിസ്റ്റുകളാണ്. അഞ്ജു, എന്താണ് എക്സ്പീരിയൻസ്? ഇവരോട് ഒരുപാട് നാളായിട്ടുള്ള ആളാണോ അതോ? ഫ്ലവേഴ്സിൽ തന്നെ കോമഡി ഉത്സവത്തിൽ ഒരു സ്കിറ്റിൽ ഞാൻ അജയ് ചേട്ടന്റെ കൂടെ ചെയ്തിട്ടുണ്ട്. 2 സ്കിറ്റിൽ ചെയ്തിട്ടുണ്ട്. പാർട്ട്, ചെറിയൊരു പാർട്ട്. ഓക്കെ. പിന്നെ വേറെ 1-2 സ്കിറ്റ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ലെങ്ത് കൂടുതലായിട്ട് എനിക്ക് തോന്നി. ഞാൻ മനസ്സിൽ കണ്ട ആ ഒരു ലെവലിലേക്ക് നിങ്ങളുടെ ആ ഒരു പെർഫോമൻസ് വന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്തായാലും ഒരുപാട് സന്തോഷം. ഇനി വരുമ്പോൾ നിങ്ങൾ ഇതിലും ഗംഭീരമായിട്ടുള്ള സ്കിറ്റുകൾ ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതുണ്ടാവട്ടെ. എന്തായാലും ഒരുപാട് സന്തോഷം കണ്ടതിൽ താങ്ക് യു ഷാജൻ. പെർഫോം ചെയ്യുന്ന ബേസ് വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ 3 പേരും നല്ല ഗംഭീരമായിട്ട് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളായതുകൊണ്ട് പിന്നെ അതിനെക്കുറിച്ച് പറയണ്ട. നമുക്ക് സ്ക്രിപ്റ്റിനെ കുറിച്ച് പറയാം. അതിലാണ് ചിരിക്കാനുള്ള ഏരിയകൾ തീരെ കുറവായിരുന്നു. എൻ്റെ നോട്ടത്തിൽ തീരെ കുറവായിരുന്നു. ഇടയ്ക്ക് എന്നാൽ അത്യാവശ്യം കൗണ്ടറുകൾ ഇടയ്ക്ക് നമ്മൾ ഈ പുട്ടിനെ പീരിയിടുന്ന പോലെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടപ്പുണ്ട്. അത് മെയിനായിട്ട് അങ്ങനെ ഫീൽ ചെയ്യാനുള്ള കാരണം ഇതിന് അകലം കൂടിയതുകൊണ്ടാണ്. അകലം കുറച്ചിരുന്നെങ്കിൽ ആ കൗണ്ടറെല്ലാം അടുത്തടുത്ത് കിടന്നതിന് നല്ല ടെമ്പോയിൽ പോകാൻ നല്ല ഹൈ പിച്ചിലാണ് നിങ്ങളെല്ലാവരും നിന്ന് കളിച്ചത്. അടുത്ത പ്രാവശ്യം അതിന് ശ്രമിക്കുക. എന്തായാലും വന്നതിൽ ഒരുപാട് സന്തോഷം. ഇനി നമുക്ക് കാണാം വീണ്ടും. കോമഡി കുറഞ്ഞു പോയി. എന്നാലും ഒരു സ്കിറ്റ് എന്നുള്ള നിലയ്ക്ക് നമ്മളെല്ലാം ഇങ്ങനെ പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മൾ കുറ്റമൊന്നും പറയുന്നതല്ല, നന്നാക്കാൻ വേണ്ടി പറയുന്നതാണ്. നന്നാക്കണം, നമുക്ക് ചിരിക്കണം. അപ്പോൾ ചിരിയുള്ള സാധനമായിട്ട് അടുത്ത പ്രാവശ്യം വാ. ഇത്തവണ ഞങ്ങൾ ഒരു കുറച്ച് പൈസയൊക്കെ തന്നുകൂടാ കേട്ടാ. ഗുഡ്. താങ്ക് യു. എന്തായാലും നമുക്ക് നന്നായിട്ടുണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുറെ കൂടെ അടിപൊളി കൗണ്ടേഴ്സ് ഒക്കെ ആയിട്ട് ഉഗ്രൻ സ്കിറ്റായിട്ട് വരട്ടെ. കാശ് ഇഷ്ടം പോലെ വാങ്ങിച്ചോണ്ട് പോവാം. ഓക്കെ. അപ്പോൾ പിന്നെ ഐശ്വര്യമായിട്ട് ഷാജുവിൻ്റെ നിന്ന് ആദ്യത്തെ. അപ്പോൾ ഇനി ഒരുപാട് ഗംഭീരമാവണം. അതിനുവേണ്ടി ഞാനൊരു 8 മാർക്ക്, 8000 രൂപ. നസീർക്ക, ഞാനൊരു 5 കൊടുക്കാം. ഓക്കെ. 13000 രൂപ ആയിട്ടുണ്ട്. ആഫ്രിക്ക ആദ്യത്തെയാണ്. അപ്പം ഇനി എന്തായാലും റെഡി ആക്കിക്കോളൂ. അപ്പം അതിനനുസരിച്ചുള്ള സാധനം കൊടുത്തേക്കുന്നു. കണ്ടാ 25000 രൂപ കേട്ടോ. അടുത്ത പ്രാവശ്യം അടിപൊളിയായിട്ട് കേട്ടാ സന്തോഷം. നമ്മുടെ ആദ്യത്തെ ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെയിലെ ആദ്യത്തെ ഉത്സവം നമ്മൾ ആഘോഷമായിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ആഘോഷത്തിന് തിരിച്ചിൽ വരാനുള്ള സമയമായിട്ടുണ്ട്. ഒരുപാട് സ്നേഹത്തോടെ 3 കമ്മിറ്റിക്കാരെയും വിളിക്കാം. ലെറ്റ്സ് വെൽക്കം ജാഫറിക്ക, ഷാജൻ ചേട്ടാ, നസീർക്ക. പ്ലീസ് നമുക്ക് പോണ്ടേ, ഓടിവാ. കഴിഞ്ഞ ഉത്സവം തുടങ്ങിയ ശേഷമുള്ള നമ്മുടെ സ്കിറ്റുകൾ ഒരുപാട് അടിപൊളിയാണ്. തീർച്ചയായിട്ടും. അതിനെപ്പറ്റി എന്താണ് പ്രഭേദം? അല്ല, എനിക്ക് നല്ല കുറെ ടീമുകളെ നമുക്ക് കിട്ടി. നല്ല കുറെ സ്കിറ്റുകൾ വരുന്നു. സ്കിറ്റുകൾ നന്നാകുമ്പോഴാണ് ഷോ ആളുകൾ കാണുന്നതും അവർക്ക് ഇഷ്ടപ്പെടുമ്പോഴാണ് ഷോ ഹിറ്റ് ആവുന്നത്. അപ്പോൾ എല്ലാവരും പുറത്തോട്ട് നമ്മൾ പോകുമ്പോഴും ഇതുവരെ കാണാറുണ്ട്, ഐറ്റം വേറെ കാണാറുണ്ട്. ഐറ്റം അത് പറയുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് അല്ലേ? ഇത് സത്യം പറഞ്ഞ ഉത്സവമല്ല, ഇത് തൃശ്ശൂർ പൂരമാണ്. പൂരമല്ലേ ഇത്? തൃശ്ശൂർ പൂരം ഇനി കുറെ കാലം കഴിയുമ്പോൾ വലിയൊരു പൂരമായിട്ട് മാറുന്ന ആ പൂരം ആദ്യം നമ്മളെ അതായത് നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങി ശരി പുതിയ കൗണ്ടേഴ്സുമായിട്ട് ഞങ്ങൾ അടുത്ത എപ്പിസോഡിൽ വരും. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്.